Good morning. Good morning, Miss. Good morning, Miss. Okay, good morning. നാദിര മിസ് ലീവാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കയറിയത്. ഓക്കെ ഓക്കെ. നസ്ബീഹ, ഹലോ, ഗുഡ് മോർണിംഗ്. സുബീർ, ഗുഡ് മോർണിംഗ്. യാമന്ത, എങ്ങനെയുണ്ട് മഴയൊക്കെ? കേൾച്ചിന? നല്ല മഴയാണ് അല്ലേ? ഓക്കെ. ഇവിടെ അതെ, നല്ല മഴയാണ്. ഇനി കുറച്ച് ദിവസത്തേക്ക് നല്ല മഴ ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, അപ്പൊ എല്ലാവരും വളരെ സേഫ് ആയിട്ടൊക്കെ ഇരിക്കാം കേട്ടോ. അപ്പൊ നമ്മള് നമ്മുടെ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. ഓൺ മ്യൂട്ട് ചെയ്യാൻ കേട്ടോ. കറന്റ് ഇല്ല. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ പഠിച്ചത് മെഡിക്കൽ റെക്കോർഡ്സ് അല്ലെ? മെഡിക്കൽ റെക്കോർഡ്സിന്റെ കുറച്ച് പോളിസികൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? എത്ര ഡിജിറ്റ് നമ്പർ ആണ് നമ്മൾ പൊതുവെ ഐഡന്റിഫിക്കേഷൻ ആയിട്ട് UHID നമ്പറിൽ എത്ര ഡിജിറ്റ് നമ്പർ ആണ് യൂസ് ചെയ്തത്? ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ശരണ്യ സഞ്ജുസ്തുതി 6 അല്ലെ? 6 ഡിജിറ്റ് നമ്പർ ആണ്. പിന്നെ ഏത് രണ്ട് സാഹചര്യങ്ങളിൽ ഒഴികെയാണ് നമ്മൾ അപ്പോയിന്റ്മെന്റ് സംവിധാനം പ്രയോജനപ്പെടുന്നത്? രണ്ട് സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞു. ആ രണ്ട് സിറ്റുവേഷൻസ് നമ്മൾ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം എന്ത് ചെയ്യില്ല, ഫോളോ ചെയ്യില്ല. ഇതൊക്കെയാണ് രണ്ട് സിറ്റുവേഷൻസ്. ഓക്കെ, വെരി ഗുഡ്. കറക്റ്റ് ആണ് അഭിന, നസീഹ, ശരണ്യ. എമർജൻസി. ഓക്കെ, പിന്നെ ഒരെണ്ണം കൂടെ പറഞ്ഞല്ലോ, ഏതായിരുന്നു അത്? ലേബർ. അതെ, ലേബർ ആൻഡ് എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് എന്ത് നോക്കണ്ട? അപ്പോയിന്റ്മെന്റ് സംവിധാനം ഫോളോ ചെയ്യണ്ട. ആ രണ്ട് സാഹചര്യങ്ങൾ അല്ലെ? ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ശ്രുതി അഞ്ജന, കറക്റ്റ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞത് നമ്മൾ ഔട്ട്പേഷ്യൻസിന്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് നമ്മൾ എവിടെയാണ് ഫയൽ ചെയ്യുന്നത്? ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ഫയൽ ചെയ്യുന്നത്? ഔട്ട്പേഷ്യൻസിന്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ. മെഡിക്കൽ. ഓക്കെ, കറക്റ്റ് ആണ് അഫ്ല. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. അതല്ലേ ഉദ്ദേശിച്ചത്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. അതുപോലെ ഇൻപേഷ്യൻസിന്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ എവിടെയായിരിക്കും ഫയൽ ചെയ്ത് വെക്കുക? ആരായിരിക്കും ഫയൽ ചെയ്ത് വെക്കുക? വാർഡില്. ഓക്കെ, ആരായിരിക്കും? വാർഡ് ക്ലർക്ക് അല്ലെങ്കിൽ നഴ്സ്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ആര്യ, ശ്രുതി, വിനീഷ, ഉച്ചയ്ക്ക് ശരണ്യ, കറക്റ്റ് ആണ് കേട്ടോ. എന്താണ്? വാർഡിലായിരിക്കും കളക്ട് ചെയ്ത് വെക്കുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ഒരു മരണമൊഴി രേഖപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ ആരുടെ സാന്നിധ്യത്തിലാണ് ആ ഒരു ഡിക്ലറേഷൻ അല്ലെ, പേഷ്യന്റിന്റെ ഡിക്ലറേഷൻ നമ്മൾ ആരുടെ സാന്നിധ്യത്തിലാണ് എന്ത് ചെയ്യേണ്ടത്? രജിസ്റ്റർ റെക്കോർഡ് ചെയ്യേണ്ടത്? മജിസ്ട്രേറ്റ്. ഓക്കെ, ഇനി ഇൻ ദ ആബ്സെൻസ് ഓഫ് മജിസ്ട്രേറ്റ് ആണെങ്കിലോ? മജിസ്ട്രേറ്റിന്റെ ആബ്സെൻസിലാണെങ്കിൽ നമ്മൾ ആരുടെ സാന്നിധ്യത്തിലാണ് അത് റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടത്? ഓക്കെ, നഴ്സ് കറക്റ്റ് ആണ്, ഡോക്ടർ കറക്റ്റ് ആണ്, ഫിസിഷ്യൻ നഴ്സ്. ഒരാൾ കൂടി ഉണ്ടല്ലോ, ആരാണത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അല്ലെ? ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ഇത്രയും പേരുടെ സാന്നിധ്യത്തിൽ, അത് ആരുടെ മജിസ്ട്രേറ്റ് ഇല്ലാത്ത സാഹചര്യങ്ങളിലാണ്. ഇല്ലായെങ്കിൽ ഇവരുടെ 3 പേരുടെ സാന്നിധ്യത്തിലാണ് നമ്മൾ രജിസ്റ്റർ റെക്കോർഡ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പഠിച്ചു വെച്ചത്. പിന്നെ അറിയാലോ, റെഫർ ലെറ്റർ 3 ഫോംസ് ജനറേറ്റ് ചെയ്തിട്ട് അതൊക്കെ എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. അതുപോലെ തന്നെയാണ് ഇത് എമർജൻസി ഫോമുകളും അതുപോലെ തന്നെയാണ്. 3 ഫോംസ് നമ്മൾ ജനറേറ്റ് ചെയ്യും. ആദ്യത്തെ ഒരെണ്ണം നമ്മൾ ക്യാഷ് ബാങ്കിൽ സൂക്ഷിക്കും, ഒരെണ്ണം നമ്മൾ ഫാർമസിയിൽ സബ്മിറ്റ് ചെയ്യും, ഒരെണ്ണം നമ്മൾ പേഷ്യന്റിന്റെ കൈവശം വെക്കും അല്ലെ? ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ക്ലിയർ അല്ലേ ഇത്രയും ഭാഗങ്ങൾ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാല് കംപ്ലീഷൻ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. അത് നമ്മൾ പറഞ്ഞു അല്ലെ? കോഡിംഗ് വരെ നമ്മൾ പറഞ്ഞു. കോഡിംഗ് അല്ല, മിസ്സിംഗ് വരെ പറഞ്ഞു. ഓക്കെ, മിസ്സിംഗ് റെക്കോർഡ്സ് വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒരു മെഡിക്കൽ റെക്കോർഡ്സ് എത്ര ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. എത്ര ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ശരണ്യ കറക്റ്റ് ആണ്, ശ്രുതി കറക്റ്റ് ആണ്. 30 days കേട്ടോ, 30 ദിവസം. വിനീഷ, നസീഹ, അഞ്ജന, ഓക്കെ കറക്റ്റ്. 30 ഡേയ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം കേട്ടോ.
ആരാണ് മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിൾ പേഴ്സൺ? ആരാണ് റെസ്പോൺസിബിൾ പേഴ്സൺ? Who is responsible for the completion of medical records? Physician. Okay, correct ആണ്. Physician ആണ് കേട്ടോ. ശ്രുതി, ശരണ്യ, ആര്യ, കറക്റ്റ് ആണ് കേട്ടോ. ഫിസിഷ്യന്മാരാണ് അത് റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അഞ്ജന, ആര്യ. പിന്നെ മിസ്സിംഗ് റെക്കോർഡ്. മിസ്സിംഗ് റെക്കോർഡിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ വേറെ പോയിന്റുകളൊന്നും പഠിക്കാനില്ല. ചിലപ്പോൾ നമ്മൾ റെക്കോർഡിൽ മിസ്സായി പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പിന്നെ ഓപ്ഷൻ ഉള്ളൂ ഇതിനകത്ത്. പുതിയൊരു ഡ്യൂപ്ലിക്കേറ്റ് മെഡിക്കൽ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് വരുന്നത്. ആ ഒരു രോഗിയുടെ ആ ഒരു UHID അല്ലെ, UHID നമ്പർ ഉപയോഗിച്ച് പഴയ ഡാറ്റകളുണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് മെഡിക്കൽ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യും. അതിനുള്ള ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? മെഡിക്കൽ റെക്കോർഡ് ഓഫീസർക്കാണ് ഉള്ളത്. പക്ഷെ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ഫയൽ ചെയ്ത് വെക്കില്ല. ഫയൽ ചെയ്ത് വെക്കുന്നില്ല. അതിനോടൊപ്പം തന്നെ എന്താണ്? ഓക്കെ, MRO ആണ് കേട്ടോ, മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ എന്നാണ് കേട്ടോ. പക്ഷെ അതോടൊപ്പം തന്നെ എന്താണ്? നമ്മൾ ഒറിജിനൽ റെക്കോർഡ് ട്രാക്ക് ചെയ്യാനുള്ള സെർച്ചിങ് അതിനോടൊപ്പം നടക്കും. ഇനി അങ്ങനെ ഒറിജിനൽ റെക്കോർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡിലെ വിവരങ്ങൾ ഒറിജിനലുമായിട്ട് അഫിക്സ് ചെയ്ത് ഒരുമിച്ചാക്കും. ഇത്രയുള്ള അതിനകത്ത് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം ഇത്രയുണ്ട്. വേറെ ചോദ്യങ്ങളൊന്നും അതിനകത്തില്ല. അത് നോക്കിയാൽ മതി. ഇങ്ങനെ നിങ്ങളോട് ചോദിക്കുകയാണ് ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ആരാണ് കെപ്റ്റ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയണം അത് മെഡിക്കൽ റെക്കോർഡ് ഓഫീസറാണ്. ഓക്കെ, അടുത്തത് കേട്ടോ. അതുവരെ കഴിഞ്ഞു നമ്മുടെ. ഇനി നെക്സ്റ്റ് ഭാഗത്തോട്ട് നമുക്ക് നോക്കാം. പേഷ്യന്റ് ഹാവിംഗ് മൾട്ടിപ്പിൾ റെക്കോർഡ്സ്. അതായത് ഒരു പേഷ്യന്റിന് തന്നെ ഒന്നിലധികം റെക്കോർഡുകൾ വരുന്ന സാഹചര്യം. എങ്ങനെയാണ് ആ സിറ്റുവേഷനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്? അതാണ് ഇനി അവിടെ പറയുന്നത്. പേഷ്യൻസ് ഹാവിംഗ് മൾട്ടിപ്പിൾ റെക്കോർഡ്സ് കേട്ടോ. ഒരു രോഗിക്ക് തന്നെ ഒന്നിലധികം മൾട്ടിപ്പിൾ റെക്കോർഡ്സുകൾ ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയാണ് അവിടെ ചെയ്യുന്നത് നോക്കുക. Generally, each patient should have one record and one number. Due to the improper system of carelessness of the MRD staff, the patient may have more than one record. എന്താണ് പറയുന്നത്? പൊതുവെ ഇങ്ങനെയാണ്. ഒരു പേഷ്യന്റിന് ഒരു റെക്കോർഡ് ഉണ്ടാവാൻ പാടില്ല. ഒരു UHID നമ്പർ കൊടുക്കും. അതിനെ ബേസ് ചെയ്തിട്ട് ഒരു സിംഗിൾ യൂണിറ്റ് റെക്കോർഡ് ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. പക്ഷെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇപ്പൊ ഒരു മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ സ്റ്റാഫുകളുടെ അശ്രദ്ധ മൂലം എന്തുണ്ടാവാം? ചിലപ്പോൾ ഒരു രോഗിക്ക് തന്നെ ഒന്നിലേറെ മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടാവാം അല്ലെ? അതൊരു മിസ്റ്റേക്കിന്റെ പേരിലൊക്കെയാണ് അങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? ഇൻ ദാറ്റ് സർക്കംസ്റ്റൻസ് ഇറ്റ് ബിക്കംസ് കമ്പൽസറി റീറ്റെയിൻ വൺ റെക്കോർഡ് ബൈ ക്യാൻസലിംഗ് അത്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു മെഡിക്കൽ റെക്കോർഡ് റീറ്റെയിൻ ചെയ്തുകൊണ്ട്, അതായത് ഒരു മെഡിക്കൽ റെക്കോർഡ് നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ള റെക്കോർഡ്സ് നമ്മൾ എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്ത് കളയണം. അതാണ് ഒരു ഓപ്ഷൻ. ഒരു ഓപ്ഷൻ നമുക്ക് അതാണ് ചെയ്യാൻ പറ്റുന്നത്. കാര്യം ഒരു രോഗിക്ക് എപ്പോഴും ഒരു സിംഗിൾ യൂണിറ്റ് റെക്കോർഡ് ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. പക്ഷെ എന്തെങ്കിലും കാരണവശാൽ ഒരു രോഗിക്ക് ഒന്നിലധികം റെക്കോർഡുകൾ ഉണ്ടാവുകയാണെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെക്കോർഡ് റീറ്റെയിൻ ചെയ്യുക. ഒരേ ഒരെണ്ണം നിലനിർത്തിക്കൊണ്ട് മറ്റുള്ള റെക്കോർഡ്സിന് നമ്മൾ എന്ത് ചെയ്ത് കളയാം? ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ റീറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നത് റീറ്റെയിൻ ചെയ്യുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അതെന്തൊക്കെയാന്ന് നോക്കാം. The suitable procedures are to retain a record as a priority, which is medico-legal in nature. Second one, obstetric record. Thirdly, admitted record. And the fourth priority is the oldest record. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. എന്താണ് പറയുന്നത്? നമ്മൾ റീറ്റെയിൻ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതായത് പ്രയോറിറ്റി അനുസരിച്ച് മുൻഗണനാ ക്രമത്തിൽ വേണം നമ്മൾ റെക്കോർഡുകൾ റീറ്റെയിൻ ചെയ്യാനായിട്ട്. എന്താണ് വിനീഷ ഫസ്റ്റ് പോയിന്റ് ഒന്നുകൂടെ പറയുന്നത്? ഫസ്റ്റ് പോയിന്റ് എന്ന് പറയാൻ വേറൊന്നുമില്ല. അതായത് സാധാരണഗതിയിൽ ഒരു രോഗിക്ക് ഒരു മെഡിക്കൽ റെക്കോർഡ് ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. സിംഗിൾ യൂണിറ്റ് റെക്കോർഡ് ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. പക്ഷെ ചിലപ്പോ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ സ്റ്റാഫുകളുടെ അശ്രദ്ധ മൂലം ഒരു രോഗിക്ക് തന്നെ ഒന്നിലധികം റെക്കോർഡുകൾ ഉണ്ടാവാം. ഓക്കെ, ഒന്നിലധികം റെക്കോർഡുകൾ ഉണ്ടായിരിക്കട്ടെ. അപ്പോ ആ സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ കാര്യം ചെയ്യാവുന്ന എന്താണ്? ഒരു റെക്കോർഡ് നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ള റെക്കോർഡ്സുകൾ എന്ത് ചെയ്യുക? ക്യാൻസൽ ചെയ്യുക. ഇനി നമ്മൾ പറഞ്ഞല്ലോ ഒരു റെക്കോർഡ് റീറ്റെയിൻ ചെയ്യുന്നത് പറയുന്നത് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പ്രയോറിറ്റി അനുസരിച്ച് കൊണ്ട് വേണം നമ്മൾ റെക്കോർഡ്സുകൾ റീറ്റെയിൻ ചെയ്യാനായിട്ട്. അതിനുള്ള പ്രയോറിറ്റിയാണ് അവിടെ കൊടുത്തത്. അത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നോക്കാം, വിച്ച് ഈസ് മെഡിക്കോ ലീഗൽ ഇൻ നേച്ചർ. ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത്
എങ്ങനെയുള്ള റെക്കോർഡുകൾക്കാണ്? മെഡിക്കോ ലീഗൽ റെക്കോർഡുകൾക്കാണ്. നമ്മൾ റീറ്റെയിൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് മെഡിക്കോ ലീഗൽ റെക്കോർഡ്സുകൾക്കാണ്. അതായത് മെഡിക്കോ ലീഗൽ കേസുകൾ നമുക്കറിയാം അല്ലെ, നമ്മൾ എത്തിക്കൽ ലീഗൽ ഇഷ്യൂസിൽ പഠിച്ചതാണ് മെഡിക്കോ ലീഗൽ കേസുകൾ. അത്തരത്തിലുള്ള റെക്കോർഡുകളാണ് നമ്മൾ ആദ്യ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. റീറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് റീറ്റെയിൻ ചെയ്യുന്ന റെക്കോർഡ് ഏതാണ്? മെഡിക്കോ ലീഗൽ റെക്കോർഡ്സുകളാണ്. കാര്യങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് നമുക്കറിയാം മെഡിക്കോ ലീഗൽ കേസുകളാണ്. അപ്പോൾ ഇതിന്റെ ചില കേസുകൾ ഇതുപോലെ പരമാണോ മറ്റെന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് ആക്സിഡന്റ് ആണെങ്കിലും ചിലത് ചിലപ്പോ ആ കേസ് അവിടെ തീർന്നിട്ടുണ്ടാവും. പക്ഷെ പിന്നീട് വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ അതിന്റെ പിറകിൽ എന്തെങ്കിലും ഗൂഢാലോചനയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ കേസൊക്കെ കൊണ്ടി വന്നേക്കാം. അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അന്നത്തെ ആ തെളിവുകളും മറ്റുമൊക്കെ നമുക്ക് കളക്ട് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും അല്ലെ. അപ്പോ ഇത്തരത്തിലുള്ള മെഡിക്കോ ലീഗൽ റെക്കോർഡുകൾക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത്. മനസ്സിലായല്ലോ? അതാണ് ഒന്നാമത്തെ കാര്യം. നിങ്ങളോട് ചോദിക്കുകയാണ് ഫസ്റ്റ് പ്രയോറിറ്റി ഏത് റെക്കോർഡിനാണ് ചോദിക്കുന്നത്, നിങ്ങൾ പറയുന്നത് മെഡിക്കോ ലീഗൽ റെക്കോർഡുകൾക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. സെക്കൻഡ് പ്രയോറിറ്റി ഏതിനാണ്? ഒബ്സ്ട്രക്റ്റീവ് റെക്കോർഡ്സിനാണ്. ഒബ്സ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഗ്നൻസി അതുപോലെ തന്നെ ചൈൽഡ് ബർത്തുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡുകൾ അല്ലെ. അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ പരിചരണം കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഒബ്സ്ട്രക്റ്റീവ്. പ്രഗ്നൻസി മാത്രമല്ല അമ്മയ്ക്ക് ചൈൽഡ് ബർത്ത് അല്ലെ, അതായത് ആ ഒരു പ്രസവ സമയം പ്രസവത്തിന് ശേഷമൊക്കെയുള്ള ആ പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഒബ്സ്ട്രക്റ്റിസുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡുകൾക്കാണ് രണ്ടാമത്തെ പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, തേർഡ് പ്രയോറിറ്റി എന്തിനാ കൊടുക്കുന്നത്? തേർഡ്ലി അഡ്മിറ്റഡ് റെക്കോർഡ്, അഡ്മിഷൻ റെക്കോർഡിനാണ് മൂന്നാമത്തെ പ്രയോറിറ്റി കൊടുക്കുന്നത്. ഓക്കെ, ഫോർത്ത് പ്രയോറിറ്റി, നാലാമത്തെ പ്രയോറിറ്റി കൊടുക്കുന്നത് ഓൾഡസ്റ്റ് റെക്കോർഡ്, പഴയ റെക്കോർഡിനാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തിനാ പഴയ റെക്കോർഡ് സൂക്ഷിക്കണം, അത് ക്യാൻസൽ ചെയ്ത് കണ്ടൂടെ? പക്ഷെ അങ്ങനെയല്ല. ഓൾഡസ്റ്റ് റെക്കോർഡ് ദാറ്റ് കണ്ടെയ്ൻസ് ദ റിലവന്റ് ഇൻഫർമേഷൻ. നിലവിലുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും റിലവന്റ് ഇൻഫർമേഷൻസ് ഉള്ള പഴയ റെക്കോർഡുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഫോർത്ത് പ്രയോറിറ്റി ആയിട്ട് കൊടുക്കണം. ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായോ? അപ്പൊ ഫസ്റ്റ് പ്രയോറിറ്റി എങ്ങനെയുള്ള റെക്കോർഡുകൾക്ക് കൊടുക്കണ്ടേ? മെഡിക്കോ ലീഗൽ റെക്കോർഡിന്. സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഒബ്സ്ട്രക്റ്റീവ് റെക്കോർഡിന്. തേർഡ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് അഡ്മിറ്റഡ് റെക്കോർഡിന്. നാലാമത്തെ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഓൾഡസ്റ്റ് റെക്കോർഡ്. നിങ്ങൾ ഓർക്കണം, ഓൾഡസ്റ്റ് റെക്കോർഡ് ദാറ്റ് കണ്ടെയ്ൻസ് ദ റിലവന്റ് ഇൻഫർമേഷൻ. ഓക്കെ, അങ്ങനെയാണ് പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ റീറ്റെയിൻ ചെയ്യും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ആ പ്രയോറിറ്റി ചിലപ്പോൾ നമ്മളോട് ചോദിക്കാം, സെക്കൻഡ് പ്രയോറിറ്റി ഏതിനാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി ഏതിനാണ്, തേർഡ് പ്രയോറിറ്റി എന്തിനാണ് എന്നൊക്കെ രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ മാറിപ്പോകുന്നത് കേട്ടോ. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എന്താ പറയുന്നത്? The remaining records must be cancelled and given a cross reference number and bring all documents that include the investigation into the retained record. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം? ബാക്കിയുള്ള റെക്കോർഡ്സ് നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ക്യാൻസൽ ചെയ്തിട്ട് അതിന് ക്ലോസ് റെഫറൻസ് നമ്പേഴ്സ് കൊടുക്കണം. ക്ലോസ് റെഫറൻസ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ ക്യാൻസൽ ചെയ്തു എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ക്ലോസ് റെഫറൻസ് നമ്പേഴ്സ് കൊടുക്കാം. ഈ ക്ലോസ് റെഫറൻസ് നമ്പേഴ്സ് കൊടുക്കുമ്പോൾ പല പല ഗുണങ്ങളുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ. ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ക്യാൻസൽ ചെയ്ത റെക്കോർഡിൽ നിന്നുള്ള വിവരങ്ങൾ ഒരു കാരണവശാലും നമുക്ക് നഷ്ടപ്പെട്ടു പോകില്ല. എന്നുവെച്ചാൽ പിന്നീട് ഏതെങ്കിലും സാഹചര്യങ്ങളിൽ നമുക്ക് ആ റെക്കോർഡിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ നമുക്ക് റിറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇതിനുള്ള ക്ലോസ് റെഫറൻസ് നമ്പേഴ്സ്. ഒന്നതാണ്, അതായത് നമുക്കതില് വിവരങ്ങൾ ഒരിക്കലും പെർമനന്റ് ആയിട്ട് ലോസ് ആവില്ല. ഒന്ന്. പിന്നെ എന്താന്ന് വെച്ചാൽ അതിലെ വിവരങ്ങൾ നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക വേണം. അതിനൊക്കെ ഒരു തിരിച്ചറിയുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ക്രോസ് റെഫറൻസ് നമ്പറുകൾ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം നിലവിലുള്ള എല്ലാ ഇൻവെസ്റ്റിഗേഷൻസിനെയും നമ്മൾ എന്ത് ചെയ്യും? റീറ്റെയിൻ ചെയ്തിട്ടുള്ള റെക്കോർഡുമായിട്ട് എന്ത് ചെയ്യണം? അതിനോട് കൂടി ചേർത്ത് നമ്മൾ ഉപയോഗിക്കും. ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾ എത്രയുള്ള നമ്മൾ പറഞ്ഞ കാര്യത്തിലുള്ള ഒരു പേഷ്യന്റിന് ഒന്നിലധികം മെഡിക്കൽ റെക്കോർഡ്സുകൾ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്നത്? അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഒരു റെക്കോർഡ് റീറ്റെയിൻ ചെയ്തിട്ട് റെക്കോർഡ്സിനെ ക്യാൻസൽ ചെയ്യുക. ഇനി എന്താ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ റീറ്റെയിൻ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, പ്രയോറിറ്റി അനുസരിച്ചുകൊണ്ട് വേണം റീറ്റെയിൻ ചെയ്യാൻ. ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും കൊടുക്കേണ്ടത് മെഡിക്കോ ലീഗൽ റെക്കോർഡ്സുകൾക്കാണ്. സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഒബ്സ്ട്രക്റ്റീവ് റെക്കോർഡിന്. തേർഡ് പ്രയോറിറ്റി അഡ്മിറ്റഡ് റെക്കോർഡിനും ഫോർത്ത് പ്രയോറിറ്റി ഓൾഡസ്റ്റ് റെക്കോർഡിനുമാണ് കൊടുക്കുന്നത്. ഇത്രയും മാത്രമായിട്ട് മനസ്സിലാക്കി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സപ്ലൈ ഓഫ് റെക്കോർഡ്സ് ആണ് കേട്ടോ. റെക്കോർഡ്സിന്റെ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. സപ്ലൈ ഓഫ് റെക്കോർഡ്സ് എന്തൊക്കെ സാഹചര്യങ്ങളിലാണ് നമുക്ക് മെഡിക്കൽ റെക്കോർഡ്സുകൾ സപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും? ഓക്കെ,
അത് നോക്കാം നമുക്ക്. അത് രണ്ടും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ. ഫസ്റ്റ് ഇതാണ്, it is the responsibility of the medical record department to supply of medical records to authorized person. ഈ മെഡിക്കൽ റെക്കോർഡ്സ് സപ്ലൈ ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിനാണ്. ആ ഡിപ്പാർട്ട്മെന്റ് ആണ് അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ റെക്കോർഡ്സിന് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക്, അതായത് അധികാരപ്പെട്ട ആളുകൾക്ക് സപ്ലൈ ചെയ്യുന്നതിനുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ളത് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിനാണ്. അത് ആദ്യം മനസ്സിലാക്കി വെക്കാം. ഇനി എന്തൊക്കെ സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെല്ലാം പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് മെഡിക്കൽ റെക്കോർഡ് വിതരണം ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങളാണ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഏതൊക്കെ കാര്യങ്ങൾക്ക് മെഡിക്കൽ റെക്കോർഡ് നമുക്ക് ഉദ്ദേശിക്കുന്നത്, പർപ്പസിന്. ഫസ്റ്റ് വൺ പറയുന്നത് പേഷ്യന്റ് കെയർ അല്ലേ. പേഷ്യന്റ് കെയർ പർപ്പസിന് വേണ്ടിയിട്ട് സപ്ലൈ ചെയ്യാം. പേഷ്യന്റ് കെയർ അറിയാലോ, രോഗിയുടെ ചികിത്സയ്ക്ക് അല്ലെങ്കിൽ പരിചരണത്തിന് വേണ്ടിയിട്ട് ഡോക്ടേഴ്സിനോ നഴ്സസിനോ മറ്റ് മെഡിക്കൽ സ്റ്റാഫുകൾക്ക് നമുക്ക് എന്ത് കൊടുക്കാം? മെഡിക്കൽ റെക്കോർഡ്സുകൾ സപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ. രണ്ടാമത്തത് മെഡിക്കോ ലീഗൽ അല്ലെ. മെഡിക്കോ ലീഗൽ പർപ്പസസ് അറിയാലോ. ഇപ്പൊ മെഡിക്കോ ലീഗൽ കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻസിനൊക്കെ കോർട്ടിനോ കോടതിക്കോ അല്ലെങ്കിൽ പോലീസിനോ ഇനി വേണ്ട ഒരു ഇൻഷുറൻസ് കമ്പനികൾക്കൊക്കെ ആയിട്ട് എന്ത് ചെയ്യാവുന്നതാണ്? നമുക്ക് മെഡിക്കൽ റെക്കോർഡ് ചെയ്യാം. ഓക്കെ. പിന്നെ വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ് ആണ് കേട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് ഒരു ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാംസ് അങ്ങനെ എന്തെങ്കിലും നടത്തണം, അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ ഏജൻസി, അതൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ അക്രഡിറ്റേഷനത്തിന് പഠിക്കാനുണ്ട്. അതായത് ഹോസ്പിറ്റൽ അംഗീകാരം കിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കാൻ മെഡിക്കൽ റെക്കോർഡ് സപ്ലൈ ചെയ്യാവുന്നതാണ്. ബ്രാക്കറ്റിൽ അവർ പറയുന്നുണ്ട് ദാറ്റ് ഇൻക്ലൂഡ്സ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫിനാൻഷ്യൽ, അതായത് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾക്കും ഇൻവെസ്റ്റിഗേഷൻ സംബന്ധമായിട്ട് അഡ്മിനിസ്ട്രേഷൻ ഓക്കെ ഇപ്പോൾ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പരിപാടികൾക്ക് അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ ഏജൻസികൾക്കൊക്കെ ആയിട്ട് എന്ത് സപ്ലൈ ചെയ്യാവുന്നതാണ്? മെഡിക്കൽ റെക്കോർഡ്സ് സപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നത് ക്ലിനിക്കൽ മീറ്റിംഗ്സ്. ക്ലിനിക്കൽ മീറ്റിംഗ്സ് എന്ന് പറയുമ്പോൾ കൂടുതലും എന്താണ്? ഹെൽത്ത് പ്രൊഫഷണലുകൾക്ക്, ഡോക്ടേഴ്സിനൊക്കെ അവരേതെങ്കിലും കോൺഫറൻസുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് കൊടുക്കാവുന്നതാണ്? മെഡിക്കൽ റെക്കോർഡ്സ് സപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ. ഈ 4 പോയിന്റുകൾ നിങ്ങൾ ഓർത്ത് വെക്കാം. മെഡിക്കൽ റെക്കോർഡുകൾ സപ്ലൈ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? അത് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിനാണ്. എന്തൊക്കെ പർപ്പസുകൾക്ക് വേണ്ടി നമുക്ക് ഒരു മെഡിക്കൽ റെക്കോർഡ് സപ്ലൈ ചെയ്യാം? നമ്മൾ പറഞ്ഞു പേഷ്യന്റ് കെയർ പർപ്പസിന് ഉപയോഗിക്കാം, മെഡിക്കോ ലീഗൽ, അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന്, പിന്നെ എന്താ നമ്മൾ പറഞ്ഞത് ക്ലിനിക്കൽ മെഡിക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് മെഡിക്കൽ റെക്കോർഡുകൾ സപ്ലൈ ചെയ്യാവുന്നതാണ്. അത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുന്നത് 2 ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ. രണ്ടാമത്തെ നോക്കി, ഇൻ കേസ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇൻ കേസ് ഓഫ് medical education and research, the records should not be sent out of the MRD. അതാണ് പറയുന്നത്. ഇപ്പൊ ഒരു മെഡിക്കൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ റിസർച്ചിന് വേണ്ടിയിട്ട്, ഒരു മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, ഒരു മെഡിക്കൽ ഗവേഷണത്തിന് വേണ്ടിയിട്ട് ഒരു കാരണവശാലും മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ഇത് സപ്ലൈ ചെയ്യാൻ പാടില്ല. ഈ റെക്കോർഡ്സുകള് സപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല. സപ്ലൈ ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത സാഹചര്യമാണ് നമ്മളോട് പറഞ്ഞത്. മനസ്സിലായല്ലോ? അപ്പൊ ഏത് സാഹചര്യത്തിലാണ് നമ്മൾ മെഡിക്കൽ റെക്കോർഡ് സപ്ലൈ ചെയ്യാൻ പാടില്ലാത്തത്? ഫോർ ദ പർപ്പസ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് കേട്ടോ. മെഡിക്കൽ എഡ്യൂക്കേഷൻ റിസർച്ചിന് വേണ്ടി ഒരു കാരണവശാലും മെഡിക്കൽ റെക്കോർഡുകൾ സപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല. പക്ഷെ അതേ സമയം നമുക്ക് പേഷ്യന്റ് കെയറിനും മെഡിക്കോ ലീഗൽ പർപ്പസിനും അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിനും ക്ലിനിക്കൽ മീറ്റിംഗ്സിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? സപ്ലൈ ചെയ്യാം. ക്ലിയർ ആയി പറഞ്ഞത്? ഓക്കെയാണോ? ഇതൊക്കെ തമ്മിൽ മിക്സ് ചെയ്തൊക്കെ തരൂ കേട്ടോ. താഴെ തന്നിരിക്കുന്നവയില് മെഡിക്കൽ റെക്കോർഡ് സപ്ലൈ ചെയ്യാവുന്ന സിറ്റുവേഷൻ ഏതാണ്, സിറ്റുവേഷൻ പെടാത്തത് ഏതാണ് എന്നൊക്കെ ചോദിച്ചതിന് കൃത്യമായിട്ട് മനസ്സിലാക്കി. അടുത്തതാണ് നമുക്ക് പഠിക്കാനുള്ളത് മെഡിക്കോ ലീഗൽ കേസസ് രജിസ്ട്രേഷൻ. മെഡിക്കോ ലീഗൽ കേസസ് രജിസ്ട്രേഷൻ, MLC കേസുകളുടെ രജിസ്ട്രേഷൻ നോക്കാം. There should be a central medico legal register retained in the accident and emergency department under the control of a chief medical officer.
അപ്പോ ഒരു കാര്യം ആലോചിക്കാൻ നമ്മൾ പറയാം, ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിലോട്ട് വരുന്ന MLC കേസുകൾ അല്ലെ, മെഡിക്കോ ലീഗൽ കേസുകൾ നമുക്കറിയാം, അത് നമ്മൾ വെച്ചിട്ടുമാണ്. അതായത് ആക്സിഡന്റുകളാവാം, കൊലപാതകങ്ങളാവാം, ആത്മഹത്യ കേസുകളാവാം, ഇത് അല്ലെ അറിയാലോ MLC കേസുകൾ എന്തൊക്കെയാണ്. അപ്പോ അങ്ങനെ നമ്മുടെ ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് വരുന്ന മെഡിക്കോ ലീഗൽ കേസുകളെ രജിസ്റ്റർ ചെയ്യാനായിട്ട് അവിടെ എന്തുണ്ടായിരിക്കണം? മെഡിക്കോ ലീഗൽ രജിസ്റ്റർ ഉണ്ടായിരിക്കണം. അത് ആരുടെ കൺട്രോളിലാണ്? അണ്ടർ ദ കൺട്രോൾ ഓഫ് ദി ചീഫ് മെഡിക്കൽ ഓഫീസർ, CMO. ഓക്കെ, ചീഫ് മെഡിക്കൽ ഓഫീസറിന്റെ കൺട്രോളില് എവിടെ ഉണ്ടായിരിക്കണം? കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കും. കാഷ്വാലിറ്റിനെ ആണല്ലോ നമ്മൾ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ വരുന്ന MLC കേസുകൾ, മെഡിക്കോ ലീഗൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് പ്രത്യേകം രജിസ്റ്റർ അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, MLC രജിസ്റ്റർ, മെഡിക്കോ ലീഗൽ രജിസ്റ്ററുകൾ അവിടെ ഉണ്ടായിരിക്കണം. അത് ആരുടെ കൺട്രോളിലായിരിക്കണം? ചീഫ് മെഡിക്കൽ ഓഫീസറിന്റെ കൺട്രോളിൽ ഉണ്ടായിരിക്കും. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് all medico legal cases admitted from casualty, outpatient and inpatient services must be registered in the central medico legal register. അതായത് ഇപ്പൊ നമ്മൾ കാഷ്വാലിറ്റിയിലോട്ട് കൊണ്ടുവരുന്നതും അതുപോലെ ഔട്ട്പേഷ്യന്റ് അടിസ്ഥാനത്തിൽ വരുന്നതായിട്ടുണ്ട്, ഇൻപേഷ്യന്റ് അവിടെ ഓൾറെഡി അഡ്മിറ്റഡ് ആയിട്ട് MLC കേസുകളൊക്കെ ഉണ്ടാകും. അതെല്ലാം തന്നെ നമ്മൾ ഈ സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്റ്ററിനകത്ത് റെക്കോർഡ് ചെയ്തിരിക്കണം, അതിനകത്ത് നമ്മൾ രേഖപ്പെടുത്തിയിരിക്കണം. അതിപ്പോ കാഷ്വാലിറ്റിയിൽ ഡയറക്റ്റ് കൊണ്ടുവരുന്ന കേസുകളാണെങ്കിലും ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അങ്ങനെ MLC കേസുകൾ റിപ്പോർട്ട് ചെയ്യാന്, അല്ലെങ്കിൽ ഓൾറെഡി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് എടുക്കുന്ന MLC കേസുകളൊക്കെ ഉണ്ടെങ്കിൽ MLC കേസ് ആണോ അത് ഈ പറയുന്ന സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്റ്ററിനകത്ത് റെക്കോർഡ് ചെയ്തിരിക്കണം. മൂന്നാമത്തെ പോയിന്റ് ഇതാണ് പറയുന്നത്, എ മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് ഹാസ് ടു ബി അഫിക്സ്ഡ് ഓൺ ഈച്ച് രജിസ്റ്റേർഡ് കേസ് ടു മേക്ക് ഷുവർ ദാറ്റ് ദ കേസ് ഹാസ് ബീൻ രജിസ്റ്റേർഡ്. അപ്പൊ നമുക്കറിയാം മെഡിക്കോ ലീഗൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനായിട്ട് രജിസ്റ്റർ ചെയ്ത ഓരോ കേസിന്റെ മുകളിലായിട്ട് മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് അഫിക്സ് ചെയ്തിരിക്കണം. കാര്യം അത് അഫിക്സ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം ആ കേസ് രജിസ്റ്റർ ആണ്, രജിസ്റ്റേർഡ് കേസ് ആണെന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ മുകളിലായിട്ട് ഒരു മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് അഫിക്സ് ചെയ്തിരിക്കണം. ഓക്കെ, ഒട്ടിച്ചിരിക്കണം കേട്ടോ. അടുത്ത പോയിന്റ് പറയുന്നത്, completed central medico legal register has to be kept under the custody of the MRO, അതായത് മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ. അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്റ്ററിന് ആരുടെ കൈവശമാണ് സൂക്ഷിക്കേണ്ടത്? മെഡിക്കൽ റെക്കോർഡ് ഓഫീസറുടെ കൈവശമാണ് ഇതിന്റെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാനായിട്ട്. ഓക്കെ, പിന്നെ പറയുന്നത് all medico legal cases which are registered in the hospital should be intimated to the police through the hospital administrator to make sure that the medico legal cases records are completed. ഇനി നമ്മൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ MLC കേസുകളും നമ്മൾ ആരെ അറിയിച്ചിരിക്കണം? പോലീസിനെ ഇന്റിമേറ്റ് ചെയ്തിരിക്കണം അല്ലെ, പോലീസിനെ അറിയിച്ചിരിക്കണം. ആര് വഴിയായിട്ട്? ത്രൂ ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ വഴിയായിട്ട് പോലീസിനെ ഇന്റിമേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് എന്താണ്? These have to be kept under the safe custody of a responsible officer in the medical record department. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിൾ ഓഫീസറുടെ കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരിക്കണം. എല്ലാ റെസ്പോൺസിബിൾ ഓഫീസർ ആരായിരിക്കും? മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ ആയിരിക്കും. അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിൽ ഈ പറയുന്ന റെക്കോർഡുകളെല്ലാം തന്നെ സൂക്ഷിച്ചിരിക്കണം. ക്ലിയർ ആയോ നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങൾ? വേറൊന്നുമില്ല. അതായത് നമ്മളൊരു മെഡിക്കോ ലീഗൽ കേസുകൾ റെക്കോർഡ് ചെയ്ത് വെക്കാനായിട്ട് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്, അതായത് ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് നമ്മുടെ ചീഫ് മെഡിക്കൽ ഓഫീസറുടെ കൺട്രോളില് ഒരു സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്റ്റർ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ കാഷ്വാലിറ്റിയിൽ വരുന്ന കേസുകൾ ഔട്ട്പേഷ്യന്റ് ആയിട്ടോ ഇൻപേഷ്യന്റ് ആയിട്ടോ MLC കേസുകൾ വരികയാണെങ്കിൽ ഈ രജിസ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കണം. ഇനി രജിസ്റ്റർ ചെയ്ത ഓരോ കേസിന്റെ മുകളിലായിട്ട് ഒരു മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് അവിടെ അഫിക്സ് ചെയ്ത് വെക്കണം, ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നമ്മൾ രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും ആരെ അറിയിച്ചിരിക്കണം? പോലീസിനെ അറിയിച്ചിരിക്കണം. ആര് മുഖേന അറിയിക്കണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മുഖേന അറിയിക്കണം. അത് മാത്രമല്ല, എല്ലാ കംപ്ലീറ്റഡ് ആയിട്ടുള്ള സെൻട്രൽ മെഡിക്കോ രജിസ്റ്ററുകള്, മെഡിക്കോ ലീഗൽ രജിസ്റ്ററുകള് ആരുടെ കസ്റ്റഡിയിലാണ് സൂക്ഷിക്കേണ്ടത്? മെഡിക്കൽ റെക്കോർഡ് ഓഫീസറുടെ കസ്റ്റഡിയിലാണ് സൂക്ഷിക്കേണ്ടത്. അപ്പൊ ഇതിന് 2 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നത് ഇതാണ്. ഒന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്, Central Medico Legal Register retained in the Accident Emergency Department under the control of DASH. ആരുടെ കൺട്രോളിലാണ്? ചീഫ് മെഡിക്കൽ ഓഫീസർ. അതായത് കാഷ്വാലിറ്റിയുടെ നമ്മുടെ സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്റ്റർ റിട്ടൈൻ ചെയ്യുന്നത്
ആരുടെ സാന്നിധ്യത്തിലാണ്, ആരുടെ കൺട്രോളിലാണ്? ചീഫ് മെഡിക്കൽ ഓഫീസർ. ഓക്കെ, രണ്ടാമത്തെ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കാം, കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്റ്റർ ആരുടെ കസ്റ്റഡിയിലാണ് സൂക്ഷിക്കേണ്ടത്? അതിൽ ഉത്തരാരാണ്? അത് മെഡിക്കൽ റെക്കോർഡ് ഓഫീസറുടെ കസ്റ്റഡിയിലാണ് സൂക്ഷിക്കേണ്ടത്. മനസ്സിലായല്ലോ? അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കാം കേട്ടോ. TMOയും MROയും തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ. കാഷ്വാലിറ്റിയിൽ സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്റ്റർ റിട്ടേൺ ചെയ്യേണ്ടത് ചീഫ് മെഡിക്കൽ ഓഫീസറുടെ കസ്റ്റഡിയിൽ. ഇനി പൂർത്തിയാക്കിയിട്ടുള്ള കംപ്ലീറ്റഡ് ആയിട്ടുള്ള സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്റ്റർ സൂക്ഷിക്കേണ്ടത് അത് മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അടുത്തത് നെക്സ്റ്റ് കാര്യം നമ്മൾ പഠിക്കുന്നത് റിലീസ് ഓഫ് ഇൻഫർമേഷൻ ആണ് കേട്ടോ. അതായത് നമ്മുടെ മെഡിക്കൽ റെക്കോർഡിലെ വിവരങ്ങൾ റിലീസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, ആദ്യത്തെ പോയിന്റ് എന്താണ്? കോൺഫിഡൻഷ്യാലിറ്റി ആണ് അല്ലെ. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈവസിയാണ്, സ്വകാര്യതയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓൾറെഡി എത്തിക്കൽ ലീഗൽ ഇഷ്യൂസിൽ പേഷ്യൻസിന്റെ ബിൽ ഓഫ് റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചപ്പോ പേഷ്യന്റിന് എന്തിനുള്ള അവകാശമുണ്ട്? സ്വകാര്യതയ്ക്കുള്ള അവകാശമുണ്ട്. അതുപോലെ നമ്മൾ പബ്ലിക് റിലേഷനിൽ പറഞ്ഞു അല്ലെ, സ്വകാര്യത എന്ന് പറയുന്നത് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ആവശ്യമാണ് പേഷ്യന്റ് റിക്വയർമെന്റ് അല്ലെ. പേഷ്യന്റിന് മാത്രമല്ല എല്ലാ ആളുകളുടെയും. സോ അത് തന്നെയാണ് ആദ്യമായിട്ട് അവിടെ ശ്രദ്ധിക്കുന്നത്, കോൺഫിഡൻഷ്യാലിറ്റി കേട്ടോ. നോക്കാം, മെഡിക്കൽ റെക്കോർഡ്സ് ആൻഡ് ഹെൽത്ത് ഇൻഫർമേഷൻ വെദർ ഇൻ ഓറൽ ഫോം ഓർ റിട്ടൺ ഡോക്യുമെന്റേഷൻ റിലേറ്റഡ് ടു എനി ഐഡന്റിഫൈഡ് പേഷ്യന്റ് ഈസ് കോൺഫിഡൻഷ്യൽ. അതായത് ഏതൊരു പേഷ്യന്റിന്റെയും ഇപ്പൊ വാക്കാലോ രേഖാമൂലമുള്ള അവരുടെ മെഡിക്കൽ റെക്കോർഡ്സുകളും അതുപോലെ അവരുടെ ആരോഗ്യ വിവരങ്ങളും തികച്ചും എന്തായിരിക്കണം? രഹസ്യമായിരിക്കണം. തികച്ചും എന്തായിരിക്കണം? കോൺഫിഡൻഷ്യൽ ആയിരിക്കണം, രഹസ്യാത്മകമായിരിക്കണം. ഓക്കെ, അത് അവരുടെ റൈറ്റ് ആണ് അല്ലെ. അക്കോർഡിംഗ്ലി കമ്പ്യൂട്ടർ സ്റ്റോർഡ് ഡാറ്റ ഇൻഫർമേഷൻ ഒബ്റ്റൈനബിൾ either in the form of medical records, disease and operation indexes, photographs, microfilms, videotapes, audio tapes or other device used for these purposes should be treated as a confidential document. അപ്പൊ അതനുസരിച്ചിട്ട് നമ്മൾ ഈ പറയുന്ന കമ്പ്യൂട്ടറിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന മെഡിക്കൽ റെക്കോർഡ് അതെല്ലാം സിസ്റ്റമൈസ്ഡ് ആണ്. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന മെഡിക്കൽ റെക്കോർഡ്സുകൾ, പിന്നെ പേഷ്യന്റിന്റെ അസുഖ വിവരങ്ങൾ അല്ലെ, ഡിസീസ് ആൻഡ് ഓപ്പറേഷൻ ഇൻഡെക്സസ്, അതായത് അവർക്ക് അസുഖങ്ങളിൽ അവർക്ക് എന്തെങ്കിലും ഓപ്പറേഷൻസ് സർജറികളും മറ്റും ചെയ്യുന്നതിന് അതിന്റെ ഡീറ്റെയിൽസുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ഫോട്ടോഗ്രാഫ്സ്, പിന്നെ മൈക്രോഫിലിംസ്, വീഡിയോ ടേപ്പ്, ഓഡിയോ ടേപ്പ്, അങ്ങനെ ഈ ഒരു പർപ്പസിലേക്ക് ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? രഹസ്യാത്മക രേഖകളായിട്ട് സൂക്ഷിച്ചു വെക്കണം. ഇപ്പൊ സർജറി ഒക്കെ ചെയ്യുന്ന എല്ലാം വീഡിയോ ഒക്കെ പിടിക്കും, വീഡിയോ പിക്ചർ എല്ലാം എടുക്കുന്നുണ്ട്. ഇതെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തികച്ചും നമ്മൾ എന്തായിട്ട് സൂക്ഷിക്കണം? രഹസ്യാത്മകമായിട്ട് തന്നെ സൂക്ഷിച്ചിരിക്കണം. ഇതിന് വേണ്ടിയിട്ടാണ് പേഷ്യന്റിന്റെ പ്രൈവസി ഉറപ്പുവരുത്താനായിട്ട് കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നു, കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് കേട്ടോ. ഇനി എന്താണ് പോയിന്റാണ്, സോ ഓതറൈസ്ഡ് സ്റ്റാഫ് ആർ പെർമിറ്റഡ് ടു ഡീൽ വിത്ത് സച്ച് ഇൻഫർമേഷൻ. അതുകൊണ്ട് തന്നെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക്, അധികാരപ്പെട്ട അല്ലെങ്കിൽ അതിന് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസിനെ ഹാൻഡിൽ ചെയ്യാനുള്ള അധികാരമുള്ളൂ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ആരൊക്കെയാണ് ഈ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ? ഓതറൈസ്ഡ് പേഴ്സൺസ് ആരൊക്കെയാണ് നോക്കാം. ഓതറൈസ്ഡ് സ്റ്റാഫ് ആരൊക്കെയാണ്? ഓതറൈസ്ഡ് സ്റ്റാഫ്സ് ആർ those who are looking after the patient, normally including medical, nursing and paramedical personnel and the staff of the MRP. ആരൊക്കെയാണ്? ഓതറൈസ്ഡ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ഒന്ന് മെഡിക്കൽ നഴ്സിംഗ് സ്റ്റാഫുകൾ അല്ലെ, ഡോക്ടേഴ്സ്, നഴ്സസ്, പിന്നെന്താണ്? പാരാമെഡിക്കൽ പേഴ്സൺ, പാരാമെഡിക്കൽ സ്റ്റാഫുകൾ, ഫിസിയോതെറാപ്പിസ്റ്റുകള്, അതുപോലെ തന്നെ എന്താണ് ഈ ഡയറ്റീഷ്യന്മാര്, പിന്നെ റേഡിയോളജിസ്റ്റുകള്, ലാബ് ടെക്നീഷ്യന്മാര്, ഇവരൊക്കെ എന്താണ്? പാരാമെഡിക്കൽ സ്റ്റാഫുകളാണ് അല്ലെ. അതോടൊപ്പം ആരാണ്? സ്റ്റാഫ് ഓഫ് ദ MRP, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റാഫ്. ഇവരാണ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ. ഇവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇത്തരത്തിലുള്ള മെഡിക്കൽ റെക്കോർഡിന്റെ വിവരങ്ങൾ റിലീസ് ചെയ്യുന്നതിനുള്ള അധികാരമുണ്ട്. ഓർത്തു വയ്ക്കുക, ആരൊക്കെയാണ്? മെഡിക്കൽ, നഴ്സിംഗ്, അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫുകള്, സ്റ്റാഫ് ഓഫ് ദ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. ഇവരാണ് ഓതറൈസ്ഡ് സ്റ്റാഫുകളായിട്ട് അംഗീകരിക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? പറഞ്ഞത് ക്ലിയർ ആയോ? ഇനി അടുത്തത് റിലീസുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ള കാര്യങ്ങൾ. എങ്ങനെയുള്ള വിവരങ്ങളാണ് റിലീസ് ചെയ്യാനായിട്ട് സാധിക്കുക കേട്ടോ? എത്തരത്തിലുള്ള വിവരങ്ങളാണ് റിലീസ് ചെയ്യേണ്ടത്?
നമുക്കറിയാം എല്ലാ വിവരങ്ങളും അങ്ങനെ റിലീസ് ചെയ്യാനായിട്ട് പാടില്ല. പ്രത്യേകിച്ച് പേഷ്യന്റിന്റെ കോൺഫിഡൻഷ്യാലിറ്റിനെ ബാധിക്കുന്ന ഒരു കാര്യം റിലീസ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അതുപോലെ എല്ലാ ആളുകൾക്കും അത് എന്താ പറയാ കൈകാര്യം ചെയ്യാനുള്ള അധികാരം ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ മെഡിക്കൽ റെക്കോർഡുകൾ കൈകാര്യം ചെയ്യാനുള്ള അധികാരമുള്ളൂ. അത് ആരൊക്കെയാണ് നമ്മൾ കണ്ടു. ഇനി നമ്മൾ പഠിക്കുന്നത് എങ്ങനെയുള്ള വിവരങ്ങൾ നമുക്ക് റിലീസ് ചെയ്യാം. ഓക്കെ, കണ്ടീഷൻ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. ഒന്നാമത്തത് കണ്ടീഷൻസ്. എന്തൊക്കെ കണ്ടീഷൻസ് ആണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്? എക്സാമ്പിള് ഇഞ്ചുറീസ്, അതായത് പരിക്കുകൾ, മുറിവുകൾ, പോയിസണിങ്, അതുപോലെ അബോർഷൻസ്. ഓക്കെ, അബോർഷൻ കേസുകൾ ഓർ കേസസ് ഇൻവോൾവിംഗ് ആക്സിഡന്റ് കേസുകൾ, സൂയിസൈഡ്സ് ആൻഡ് ഹോമിസൈഡ്സ്, ആത്മഹത്യ, കൊലപാതകങ്ങൾ, അങ്ങനെയുള്ള കണ്ടീഷൻസുകളൊക്കെ ഹാവ് ടു ഇന്റിമേറ്റ് ദ പോലീസ് ഓർ അതർ ലീഗൽ അതോറിറ്റീസ്. അങ്ങനെയുള്ള കേസുകൾ തീർച്ചയായിട്ടും പോലീസിനെയോ അല്ലെങ്കിൽ മറ്റ് ലീഗൽ അതോറിറ്റീസിനെ അറിയിച്ചിരിക്കണം. എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? റിലീസ് ചെയ്യാം. അങ്ങനെയുള്ള വിവരങ്ങൾ റിലീസ് ചെയ്യണം, അല്ലെ? മെഡിക്കോ ലീഗൽ കേസുകളാണ് അല്ലെ ഈ പറഞ്ഞതെല്ലാം മെഡിക്കോ ലീഗൽ കേസുകളാണ്. അപ്പൊ അത് ഒളിച്ചു വെക്കരുത്. അതിന്റെ കേസ് നമുക്ക് അന്വേഷിക്കണം. അതുകൊണ്ട് തന്നെ അത് ബന്ധപ്പെട്ട പോലീസിനെയോ മറ്റുള്ള ലീഗൽ അതോറിറ്റീസിനെ അറിയിക്കണം. രണ്ടാമത്തത് ട്രാൻസ്മിറ്റബിൾ ഡിസീസ്, പകരുന്ന അസുഖങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ അത് നമുക്ക് റിലീസ് ചെയ്യാവുന്നതാണ്. ട്രാൻസ്മിറ്റബിൾ ഡിസീസസ് മസ്റ്റ് ബി റിപ്പോർട്ടഡ് വിത്ത് ദ അതോറിറ്റീസ് കൺസേൺഡ്. അപ്പൊ പകരുന്ന രോഗങ്ങളൊക്കെ ആണെങ്കിൽ അത് ബന്ധപ്പെട്ട അധികാരികളുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യണം. ഇപ്പൊ നമുക്കറിയാം നമ്മൾ കോവിഡ് വന്നു, അതുപോലെ തന്നെ HIV ട്രാൻസ്മിറ്റബിൾ ഡിസീസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉദ്ദേശിക്കുന്ന പറയണം. എങ്ങനെയുള്ള വിവരങ്ങൾ അറിയിച്ചിരിക്കേണ്ടത് അറിയിക്കണം. അതും ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുന്നതാണ് കേട്ടോ, മറ്റുള്ള ആളുകളല്ല, അതോറിറ്റീസ് കൺസേൺഡ്. ഓക്കെ, പ്രത്യേകിച്ച് നമ്മളിപ്പോ കോവിഡ് അതുപോലെ നിപ്പ വൈറസ് ഒക്കെ വന്നു, ഇതൊക്കെ പറഞ്ഞ പകർച്ചവ്യാധികളാണ്. അങ്ങനെയുള്ള വിവരങ്ങൾ നമ്മൾ ഒളിച്ചു വെക്കരുത്. ഇത് പുറത്തേക്ക് വിടണം. പുറത്തേക്ക് വിടണം എന്ന് പറഞ്ഞാൽ ആ രോഗിയുടെ പേരും വിവരങ്ങളൊന്നും അല്ല വിടരുത്. ഇങ്ങനെ ഒരു രോഗം ഉണ്ട് എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യണം. കാര്യമെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ വ്യാപനം നമുക്ക് തടയാനായിട്ട് പറ്റുള്ളൂ. നമ്മുടെ കോഴിക്കോട് നിപ്പ വൈറസ് വന്നു, കറക്റ്റായിട്ട് അത് ഐഡന്റിഫൈ ചെയ്ത ആ വിവരം നമ്മൾ റിലീസ് ചെയ്തത് കൊണ്ട് നമുക്ക് ഒരു പരിധി വരെ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കോഴിക്കോട് വിട്ട് വേറൊരു സ്ഥലത്തേക്ക് അത് വ്യാപിച്ചില്ല, അല്ലെ? ശക്തി നമുക്ക് ഇതിന്റെ കൺട്രോൾ മെഷേഴ്സ് എടുക്കാനായിട്ട് പറ്റും. അത്തരത്തിലുള്ള ട്രാൻസ്മിറ്റബിൾ ഡിസീസുകൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? ദാറ്റ് മസ്റ്റ് ബി റിപ്പോർട്ടഡ് ടു ദ അതോറിറ്റീസ് കൺസേൺഡ്. ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിരിക്കും. ബന്ധപ്പെട്ട അധികാരികൾ എന്ന് പറയുമ്പോഴും അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകളാണ്. ഓക്കെ, അവരിൽ നിന്ന് വിട്ടിട്ട് ആ വിവരങ്ങൾ പുറത്തേക്ക് പോകാനായിട്ട് പാടില്ല. ശരിയായ രീതിയിൽ അത് അവരാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് ഇവന്റ്സ്. ഇങ്ങനെയുള്ള ഇവന്റ്സ് ആണ് ബർത്ത്, ഡെത്ത്, പോയിന്റൽ ഡെത്ത്, that have to be reported to the civil registration authorities, either directly or through the members of the family. അറിയാലോ, ജനനം, മരണം ഇതൊക്കെ നമ്മൾ എന്തായാലും രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ജനനം, മരണങ്ങള്, അതുപോലെ ശിശു മരണങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സിവിൽ രജിസ്ട്രേഷൻ അതോറിറ്റീസിനെ അറിയിച്ചിരിക്കണം. ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പോയി അറിയിക്കുക, അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സ്, ഫാമിലി ത്രൂ വഴിയായിട്ട് അറിയിച്ചിരിക്കുക എന്ന് പറയുന്നത് അങ്ങനെയുള്ള വിവരങ്ങൾ റിലീസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെന്താണ്? കോർട്ട് ഓർഡർ. The hospital also must provide information in response to the court order. അതായത് ഇപ്പൊ എന്തെങ്കിലും കോടതി ഉത്തരവുകളൊക്കെ വരികയാണ്, എന്തെങ്കിലും കേസുമായിട്ട് ബന്ധപ്പെട്ട് കോർട്ട് ഓർഡർ വരികയാണെങ്കിൽ അതിന് റെസ്പോൺസ് എന്നുള്ള രീതിയിൽ, അതിന് മറുപടി എന്നുള്ള രീതിയിലുള്ള അത്തരം വിവരങ്ങളും എന്ത് ചെയ്യാവുന്നതാണ്? റിലീസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. റിലീസ് ഓഫ് ഇൻഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. എപ്പോഴും നമ്മൾ മെഡിക്കൽ റെക്കോർഡിലെ വിവരങ്ങൾ റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അവിടുത്തെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, കോൺഫിഡൻഷ്യാലിറ്റി അവിടെ ഉറപ്പ് വരുന്നത്. ആരുടെ കോൺഫിഡൻഷ്യാലിറ്റി? പേഷ്യന്റിന്റെ കോൺഫിഡൻഷ്യാലിറ്റി അവിടെ ഉറപ്പ് വരുന്നത്. അതുകൊണ്ട് ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾക്ക് മാത്രമേ അതിന്റെ വിവരങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അധികാരമുള്ളൂ. അപ്പൊ അടുത്ത ചോദ്യം, ആരൊക്കെയാണ് ഈ ഓതറൈസ്ഡ് സ്റ്റാഫുകൾ? ആരൊക്കെയാണ്? മെഡിക്കൽ സ്റ്റാഫ്, നഴ്സിംഗ് സ്റ്റാഫ്, പാരാമെഡിക്കൽ സ്റ്റാഫുകൾ, പിന്നെ സ്റ്റാഫ് ഓഫ് ദ മെഡിക്കൽ റെക്കോർഡ്. ഇനി എങ്ങനെയുള്ള വിവരങ്ങളാണ് റിലീസ് ചെയ്യാനായിട്ട് സാധിക്കുക? ഒന്ന് നമ്മൾ പറഞ്ഞ ചില മെഡിക്കോ ലീഗൽ കേസുകൾ, അതാണ് ആ കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കൊടുത്തത്. കംപ്ലീറ്റ് മെഡിക്കോ ലീഗൽ കേസുകളാണ് കേട്ടോ. അപ്പൊ അത്തരം കേസുകൾ, അതുപോലെ ട്രാൻസ്മിറ്റബിൾ ഡിസീസുകൾ, ഇവന്റുകൾ, എങ്ങനെയുള്ള ഇവന്റ്? ബർത്ത്, ഡെത്ത്, പോയിന്റൽ ഡെത്ത് പോലുള്ള ഇവന്റ്സുകൾ, പിന്നെ കോർട്ട് ഓർഡർ വന്നാൽ അതിന് വേണ്ടിയിട്ട് അതിനൊക്കെ വേണ്ടിയിട്ട് വിവരങ്ങൾ നമുക്ക് റിലീസ് ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് നമ്മൾ മെഡിക്കൽ റെക്കോർഡ് പോളിസികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞു. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും ഭാഗങ്ങൾ ഓക്കെ ആണോ? നമ്മൾ രജിസ്ട്രേഷൻ സിസ്റ്റത്തിൽ നിന്നാണ് തുടങ്ങിയത്. രജിസ്ട്രേഷൻ സിസ്റ്റം 6 ഡിജിറ്റ് നമ്പറിനെ പറ്റി പറഞ്ഞു, പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് പറഞ്ഞു, അപ്പോയിന്റ്മെന്റ് സംവിധാനങ്ങൾ എങ്ങനെയായിരിക്കണം, റെഫറൻസ് സിസ്റ്റം എങ്ങനെയായിരിക്കണം,
ആക്സിഡന്റ് എമർജൻസി ഫോമുകൾ എങ്ങനെയായിരിക്കണം, അഡ്മിഷൻ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടത്, അബ്സ്കോണ്ടഡ് ആയിട്ട് പോകുന്ന പേഷ്യന്റിന്റെ കാര്യങ്ങൾ, അതുപോലെ മെഡിക്കൽ അഡ്വൈസിനെതിരായിട്ട് പോകുന്ന കേസുകൾ നമ്മൾ പറഞ്ഞിട്ട് ഡിസ്ചാർജഡ് ആയിട്ട് കണക്കാക്കണം, അതുപോലെ അവരുടെ ഫൈൻ വാങ്ങിയിരിക്കണം. ഇതൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ നമുക്കൊരു മരണമൂടിയാണ് രേഖപ്പെടുത്തേണ്ടത്, അത് മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ ചെയ്യുക. അദ്ദേഹത്തിന്റെ ആക്സിഡൻസിന് മറ്റ് ഡോക്ടർ, നഴ്സ്, അഡ്മിനിസ്ട്രേറ്ററിന്റെ സാന്നിധ്യത്തിൽ ചെയ്യണം ഇപ്പൊ പറഞ്ഞു. പിന്നെ കംപ്ലീഷൻ അല്ലെ, കംപ്ലീഷൻ ഓഫ് റെക്കോർഡ്സുമായിട്ട് ബന്ധപ്പെട്ട് 30 ദിവസത്തില് കൂടുതൽ ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് വെക്കാനായിട്ട് പാടില്ല. പിന്നെ ഒരു മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഒരു ആൾക്കാണ്, ഫിസിഷ്യനാണ്. ഓക്കെ, ഒന്നുമില്ല. എനിക്ക് ആക്സിഡന്റ് ഒരു കോള് വന്നതാണ്. അപ്പൊ കോൾ എടുക്കാൻ വേണ്ടിട്ട് കുറച്ച് സമയത്തേക്ക് ഓഫ് ചെയ്തതാണ്. എടുക്കാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ കുഴപ്പമില്ലല്ലോ. ശരി, അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്തതാണ് കേട്ടോ. അപ്പൊ റിലീസ് ചെയ്യേണ്ട കാര്യമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ ക്ലിയർ ആണല്ലോ, ഓക്കെ ആണല്ലോ. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ഭാഗത്തോട്ട് പോവാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കണ്ടന്റ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ആണ് കേട്ടോ. ഇതാണ് കണ്ടന്റ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. മെഡിക്കൽ റെക്കോർഡ്സിലെ കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. അതായത് മെഡിക്കൽ റെക്കോർഡില് ഉൾപ്പെടുത്തേണ്ട വിവരങ്ങൾ എന്തൊക്കെയാണ്, കണ്ടന്റുകൾ എന്തൊക്കെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ 2 കാറ്റഗറി ആയിട്ട് തിരിച്ചു പഠിക്കണം. ഓക്കെ, അപ്പോഴാണ് നമുക്കത് പഠിക്കാൻ സൗകര്യം. അപ്പൊ കണ്ടന്റ് ഓഫ് മെഡിക്കൽ റെക്കോർഡിന് നമുക്ക് പ്രധാനമായിട്ട് 2 കാറ്റഗറി ആയിട്ട് തിരിച്ച് നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റകൾ, അതാണ് ഒരു കണ്ടന്റ് ആയിട്ട് അതിനകത്ത് വരുന്നത്. അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റ എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗം കൈകാര്യം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ഡാറ്റകളുണ്ട്. അതാണ് ഒരു കണ്ടന്റ് ആയിട്ട് വരുന്നത്. പിന്നെ വരുന്നത് എന്താണെന്ന് അറിയോ, ക്ലിനിക്കൽ ഡാറ്റകളാണ്. ക്ലിനിക്കൽ ഡാറ്റ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്തൊക്കെയായിരിക്കും അത്. ഈ പറയുന്ന പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റുകള്, മറ്റുള്ള പ്രൊസീജിയറുകള്, ഡയഗ്നോസ്റ്റിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളായിരിക്കും. ഈ 2 കണ്ടന്റുകളാണ് ഏതിനകത്ത് വരുന്നത്, മെഡിക്കൽ റെക്കോർഡിനകത്ത് വരുന്നത്. മനസ്സിലായോ? അപ്പൊ മെഡിക്കൽ റെക്കോർഡിൽ കണ്ടന്റ് എന്ന് പറഞ്ഞാല് ഒന്ന് ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ, അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റകളുണ്ട്, ക്ലിനിക്കൽ ഡാറ്റകളുണ്ട്. ഇനി അതിനകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ നോക്കാം കേട്ടോ. ഫസ്റ്റ് അതൊക്കെ ഇതിലൊക്കെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതില് ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അധികം പോയിന്റുകളൊന്നുമില്ല, ജസ്റ്റ് നമുക്ക് വായിക്കാവുന്നുള്ളൂ. ഒന്നാമത്തെ നോക്കാം കേട്ടോ, ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത് അഡ്മിഷൻ ചാർജ് റെക്കോർഡ്. ഇതാണ് അഡ്മിഷൻ ചാർജ് റെക്കോർഡ്. അഡ്മിഷൻ ചാർജ് റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റെക്കോർഡ്സ് ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദ ചാർജസ് ഓഫ് ദ പേഷ്യന്റ് അഡ്മിഷൻ അല്ലെ. അതായത് ഒരു പേഷ്യന്റിന് അഡ്മിറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ചാർജുകളും മറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിനകത്ത് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അതാണ് അഡ്മിഷൻ ചാർജ് റെക്കോർഡ് കേട്ടോ. മനസ്സിലായോ? അഡ്മിഷൻ ചാർജ് റെക്കോർഡ് എന്ന് പറയുമ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ചാർജസ് റിലേറ്റഡ് ടു ദ പേഷ്യന്റ് അഡ്മിഷൻ, പേഷ്യന്റിന്റെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചാർജുകൾ. അതായത് ഇപ്പൊ റൂമിന്റെ ചാർജുകള്, ഇപ്പൊ വാർഡിലാണെങ്കിൽ അതിന്റെ ചാർജ്, അതുപോലെ
മറ്റുള്ള പ്രൊസീജിയറുകൾക്കും മറ്റുമായിട്ട് ഈടാക്കുന്ന ചാർജുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ വരുന്നത് അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ഇതാണ്, അതായത് ഒരു മെഡിക്കൽ റെക്കോർഡ് അത് കംപ്ലീറ്റ് ആണെന്നും അത് ആക്യുറേറ്റ് ആണെന്നും ജെന്യുവിൻ ആണെന്നും സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കും. അത് ഓക്കെ, അതാണ് അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ് കേട്ടോ. മനസ്സിലായോ? ഒരു മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ആണെന്നും അത് ആക്യുറേറ്റ് ആണെന്നും അതിലെ വിവരങ്ങൾ എല്ലാം തന്നെ ജെന്യുവിൻ ആണെന്നും സ്ഥിരീകരിക്കുന്നതിനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, പിന്നെ പറയുന്നത് കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ ആണ്. അതായത് കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ എന്ന് വെച്ചാൽ പ്രവേശന വ്യവസ്ഥയാണ്. അഡ്മിഷനുമായിട്ട് ഒരു രോഗിയെ അഡ്മിറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചില ടേംസ് ആൻഡ് കണ്ടീഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ വരുന്നത് കണ്ടന്റ് എന്നല്ലാണ്ട് അവിടെ കൺസെന്റ് എന്നാണ് കേട്ടോ. കൺസെന്റ് ഓക്കെ, കണ്ടന്റ് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കൺസെന്റ് എന്നാണ് കേട്ടോ. CONS ആണ്. കൺസെന്റ് ഫോർ ദ റിലീസ് ഓഫ് ഇൻഫർമേഷൻ, അതായത് അതിലെ വിവരങ്ങൾ റിലീസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കൺസെന്റ്. അതായത് എന്താ പറയാ, സമ്മതപത്രം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുണ്ട്. പിന്നെ ചില സ്പെഷ്യൽ കൺസെന്റ്, പ്രത്യേകമായിട്ട് വരുന്ന ചില സമ്മതപത്രം. പ്രത്യേകമായിട്ട് വരുന്ന സ്പെഷ്യൽ കൺസെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ഒരു പേഷ്യന്റിന് സർജറി ഒക്കെ ചെയ്യാന്ന് വിചാരിക്കാം. സർജറി ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിന് സ്പെഷ്യൽ കൺസെന്റുകൾ ആവശ്യം. ഇത്രയും കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡാറ്റകൾ. ഓക്കെ, അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡാറ്റകൾ ഏതൊക്കെയാണ് അഡ്മിഷൻ ചാർജ് റിപ്പോർട്ട്, അതുപോലെ അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റുകൾ, കണ്ടീഷൻസ് ഓഫ് അഡ്മിഷൻ, കൺസെന്റ് ഫോർ ദ റിലീസ് ഓഫ് ഇൻഫർമേഷൻ, അതുപോലെ സ്പെഷ്യൽ കൺസെന്റ്. ഇനി ഇവ ഓരോന്നും എന്താണെന്നാണ് അവിടെ പറഞ്ഞത്. എല്ലാതും പറയണില്ല, ചിലത് മാത്രമേ അവിടെ പറയുള്ളൂ കേട്ടോ. ഇതൊക്കെ മനസ്സിലാക്കി വെച്ചാൽ മതി. വേറെ ഇതിനകത്ത് വേറെ പോയിന്റുകളൊന്നും പ്രത്യേകിച്ച് പറയില്ല കേട്ടോ. അപ്പൊ ആദ്യത്തെ നമ്മൾ പറഞ്ഞത് റെക്കോർഡ്സ് റിലേറ്റഡ് വിത്ത് അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ്. ഇവിടെ പറഞ്ഞില്ല അഡ്മിഷൻ ചാർജ് റെക്കോർഡ്. അപ്പോ റെക്കോർഡ് അഡ്മിഷൻ അല്ലെങ്കിൽ ഡിസ്ചാർജുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ് എന്തൊക്കെ കാര്യങ്ങൾ വേണം അതിനകത്ത്? ബേസിക് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഫിനാൻഷ്യൽ ഡാറ്റ. അതായത് രോഗിയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അവരുടെ ഐഡന്റിഫിക്കേഷൻ, ഏറ്റവും അവരുടെ തിരിച്ചറിയൽ വിവരങ്ങളും അതുപോലെ അവരുടെ ഫിനാൻഷ്യൽ ഡാറ്റ, സാമ്പത്തികമായിട്ടുള്ള വിവരങ്ങൾ. അവരുടെ ഹെൽത്ത് ഇൻഷുറൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, ആ രീതിയിലാണ് അവർ ട്രീറ്റ്മെന്റ് മറ്റൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചിട്ടുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റയുണ്ട്. പിന്നെ പറയുന്നത് ഡാറ്റ ആർ കളക്ടഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. രോഗിയിൽ നിന്ന് ഇങ്ങനെയുള്ള ഡാറ്റകളൊക്കെ കളക്ട് ചെയ്യുന്നത് അഡ്മിഷന്റെ സമയത്താണ്. അതായത് രോഗിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ഡാറ്റകൾ കളക്ട് ചെയ്യും. ഓക്കെ, അവരുടെ ഐഡന്റിഫിക്കേഷൻ ഡാറ്റയും ഫിനാൻഷ്യൽ ഡാറ്റയൊക്കെ അതിനോടൊപ്പം തന്നെ നമ്മൾ കളക്ട് ചെയ്യും. പിന്നെന്താണ്? ഇറ്റ് കണ്ടെയ്ൻസ് ഐഡന്റിഫിക്കേഷൻ ഷീറ്റ്, അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് റെക്കോർഡ്, സമ്മറി ഷീറ്റ് ഓർ ഫേസ് ഷീറ്റ്. ഒന്നുമില്ല, ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? ഐഡന്റിഫിക്കേഷൻ ഷീറ്റ്, അതായത് രോഗിയുടെ വിവരങ്ങൾ ഉള്ള ഐഡന്റിഫിക്കേഷൻ ഷീറ്റ്, അഡ്മിഷൻ ഡിസ്ചാർജ് റെക്കോർഡ്, അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ, സമ്മറി ഷീറ്റ് എന്ന് വെച്ചാൽ രോഗിയുടെ വിവരങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു സമ്മറി ഷീറ്റ് ഓർ ഫേസ് ഷീറ്റ്. അങ്ങനത്തെ വേറെ ഒന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് അതിന് മനസ്സിലാക്കിയാൽ മതി. ഒരു അഡ്മിഷൻ അല്ലെങ്കിൽ ഡിസ്ചാർജുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് പേഷ്യന്റിന്റെ ഐഡന്റിഫിക്കേഷൻ ഡാറ്റ ഉണ്ടായിരിക്കും, അവരുടെ ഫിനാൻഷ്യൽ ഡാറ്റ ഉണ്ടായിരിക്കും. അത് ആ പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത്തരം വിവരങ്ങൾ കളക്ട് ചെയ്ത് വെക്കുന്നു. ഓക്കെ, അടുത്തത് അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ്. ഞാൻ പറഞ്ഞല്ലോ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിവിടെ പറഞ്ഞിട്ടില്ല, പക്ഷെ അവിടെ ഇരുന്നാൽ മതി. അതായത് ഒരു മെഡിക്കൽ റെക്കോർഡ് അത് കംപ്ലീറ്റ് ആണെന്നും അതിലെ വിവരങ്ങളൊക്കെ ജെനുവിൻ ആണെന്നും സ്ഥിരീകരിക്കുന്നതിനുള്ള സ്റ്റേറ്റ്മെന്റുകളും മറ്റുമാണ് കേട്ടോ. ഓക്കെ, പിന്നെ വരുന്നത് കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ ആണ്. അതെന്ത് പറയുന്നത്? കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ, അതായത് the back of admission or discharge sheet is often used for the condition of admission. That means admission consent. നമ്മളിപ്പോ പറഞ്ഞ അഡ്മിഷൻ ഫോം എടുക്കുമല്ലോ, ആ അഡ്മിഷൻ ഫോമിന്റെ പുറംഭാഗത്തായിട്ട് എന്തുണ്ടായിരിക്കും? അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതിനെ നമുക്ക് എന്ത് പറയാം? അഡ്മിഷൻ കൺസെന്റ് എന്ന് പറയും. അതാണ് അഡ്മിഷൻ കൺസെന്റ് ആണത്. അഡ്മിഷൻ ഫോമിന്റെ ആദ്യത്തെ ഷീറ്റിൽ എന്തായിരിക്കും? അവരുടെ വിവരങ്ങളൊക്കെ ഉണ്ടാവും, പേഷ്യന്റിന്റെ ഐഡന്റിറ്റി വിവരങ്ങളും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നു. ആ ഫോമിന്റെ പുറംഭാഗത്തായിട്ട് ബാക്കിലായിട്ട് അഡ്മിഷൻ കൺസെന്റ് ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ആ ഒരു രോഗി അഡ്മിറ്റ് ചെയ്യുന്നതിന് സമ്മതമാണ് എന്നുള്ള ആ ഒരു കൺസെന്റ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അഡ്മിഷൻ കൺസെന്റ് അവിടെ ഉണ്ടായിരിക്കും. ഇറ്റ് ഷോസ് ദ പേഷ്യന്റ് എഗ്രീസ് ടു റിസീവ് ദ റൂട്ടീൻ കെയർ. അറിയാലോ, ആ ഒരു അഡ്മിഷൻ കൺസെന്റ് എന്താണ് കാണിക്കുന്നത്? ആ റൂട്ടീൻ കെയർ, ആ ഒരു പരിചരണം ലഭിക്കാനായിട്ട്, ട്രീറ്റ്മെന്റ് എടുക്കുന്നതിനായിട്ട് ആ പേഷ്യന്റിന് സമ്മതമാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു കൺസെന്റ് ആണ്. ഓക്കെ, പിന്നെന്താണ്?
ഹോസ്പിറ്റൽ കനോട്ട് ഗ്യാരണ്ടി ദ ഔട്ട്കം. ഹോസ്പിറ്റലിന് പൂർണ്ണമായിട്ടും ഔട്ട്കം എന്ത് ചെയ്യാൻ പറ്റില്ല, ഗ്യാരണ്ടി ചെയ്യാനായിട്ട് പറ്റില്ല. അതും അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഫുൾ ഔട്ട്കം ഉറപ്പുവരുത്താൻ പറ്റില്ല. പിന്നെ പോലെ പേഷ്യന്റിന് മാറ്റം ഉണ്ടാക്കാം എന്ന് ഉറപ്പുവരുത്താനായിട്ട് പറ്റില്ല. പക്ഷെ എന്ത് ചെയ്യും, ഒരു ഹോസ്പിറ്റലിൽ അവർക്ക് കഴിയാവുന്നിടത്തോളം നല്ല ട്രീറ്റ്മെന്റുകൾ അവർ പ്രൊവൈഡ് ചെയ്യും. പക്ഷെ എന്ത് ഔട്ട്കം കിട്ടും എന്നുള്ളത് ഒരിക്കലും അവർക്ക് ഗ്യാരണ്ടി ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ഏറ്റവും നല്ല പരിചരണം, അവർക്ക് കഴിയാവുന്ന പരിചരണം ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യും, പേഷ്യൻസിനായിട്ട് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, പിന്നെ എന്താണ്, ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ അഡ്മിഷൻ ക്ലർക്ക് ടു ഡിസ്ക്രൈബ് ടു ദ പേഷ്യന്റ് ദ കണ്ടന്റ്സ് ഓഫ് ദിസ് ഫോം ആൻഡ് ഇറ്റ്സ് പർപ്പസ്. അപ്പൊ ആ ഒരു അഡ്മിഷൻ കൺസെന്റ് ഉണ്ടല്ലോ, അതിനകത്തുള്ള വിവരങ്ങള്, അതിനകത്തുള്ള വിവരങ്ങളും അതിന്റെ പർപ്പസ് എന്താണെന്നുള്ള കാര്യങ്ങള് പേഷ്യന്റിനെ ബോധ്യമാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്, അഡ്മിഷൻ ക്ലർക്ക്. ക്ലിയർ ആയല്ലോ? അപ്പൊ അഡ്മിഷൻ ഫോമിലുള്ള കാര്യങ്ങളും അഡ്മിഷൻ കൺസെന്റുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പേഷ്യന്റിന് മനസ്സിലാക്കി കൊടുക്കുന്നത് അല്ലെ, അതിനുള്ള ഉത്തരവാദിത്തം ആർക്കാണുള്ളത്, അഡ്മിഷൻ ക്ലർക്കിനാണ് ഉള്ളത്. ക്ലിയർ ആയോ പറഞ്ഞത്? വേറൊന്നും എന്താ പറയാ, പഠിക്കാൻ മാത്രമുള്ള പോയിന്റുകളൊന്നുമില്ല, മനസ്സിലാക്കി വെച്ചിട്ട് അഡ്മിഷൻ ഫോം എന്ന് പറയുമ്പോൾ അതിനകത്ത് പേഷ്യന്റിന്റെ ഐഡന്റിറ്റി കാര്യങ്ങളൊക്കെ രേഖപ്പെടും. അതിന്റെ പുറംഭാഗത്തായിട്ട് അഡ്മിഷൻ കൺസെന്റ് ഉണ്ടാവും. അതില് ഈ രോഗിക്ക് ഈ ഒരു അഡ്മിഷന് സമ്മതമാണെന്ന് അറിയിച്ചുകൊണ്ടുള്ളൊരു കൺസെന്റ് അതിനകത്ത് ഉണ്ടായിരിക്കും. പിന്നെ മാത്രമല്ല അത് അതിൽ എന്തെങ്കിലും കാര്യങ്ങൾ, അതിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണെന്നും എന്തൊക്കെ രേഖപ്പെടുത്തണം, അതിന്റെ പർപ്പസ് എന്താണ്, അതൊക്കെ ആ രോഗിക്ക് ബോധ്യമാക്കി കൊടുക്കേണ്ടത് അഡ്മിഷൻ ക്ലർക്കാണ് കേട്ടോ. ചിലപ്പോൾ രോഗികൾക്ക് തോന്നി ഇതൊക്കെ എന്തിനാണ് രേഖപ്പെടുത്തണമെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ, അവർക്കൊരു സംശയം തോന്നിക്കഴിഞ്ഞാൽ അതിന്റെ പർപ്പസിനാണ്, ഇതിന്റെ കാര്യത്തിനാണെന്നുള്ള വിവരങ്ങൾ അവർക്ക് ബോധ്യമാക്കി കൊടുക്കണം. ആര് ബോധ്യമാക്കി കൊടുക്കണം? അഡ്മിഷൻ ക്ലർക്ക് പറഞ്ഞു. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്തത് കൺസെന്റ് ഓഫ് ദ റിലീസ് ഓഫ് ഇൻഫർമേഷൻ. നമ്മൾ പറഞ്ഞല്ലോ, അതിന്റെ വിവരങ്ങൾ, അതായത് ഒരു മെഡിക്കൽ റെക്കോർഡിലെ വിവരങ്ങൾ റിലീസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കൺസെന്റ്. അതിൽ പറയുന്നത് ഇറ്റ് പെർമിറ്റ്സ് ദ ഹോസ്പിറ്റൽ ടു സെൻഡ് ടു സ്പെസിഫിക്കലി നെയ്മഡ് ഓർഗനൈസേഷൻ ദ കോപ്പീസ് ഓഫ് ദ പേഷ്യൻസ് മെഡിക്കൽ റെക്കോർഡ്. അതൊന്നുമല്ല, അതായത് കൺസെന്റ്, സമ്മതമാണ് അല്ലെ. ഈ കൺസെന്റ് എന്തിനുള്ള അനുവാദം കൊടുക്കുന്നുണ്ട് ഒരു ഹോസ്പിറ്റലിന്, അതായത് പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡിന്റെ കോപ്പികള് അത് ബന്ധപ്പെട്ട ഓർഗനൈസേഷന് കൈമാറുന്നതിനുള്ള ഒരു അനുവാദം, അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഓർഗനൈസേഷനിലേക്ക് അതിന്റെ വിവരങ്ങൾ റിലീസ് ചെയ്യുന്നതിനുള്ളൊരു അനുവാദം ഇതിലൂടെ ലഭിക്കും അല്ലെ. നമുക്കറിയാലോ, പേഷ്യന്റിന്റെ കൺസെന്റ് ഇല്ലാതെ ഒരു കാരണവശാലും അവരുടെ വിവരങ്ങൾ പുറത്തോട്ട് റിലീസ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ കൺസെന്റ് കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ഹോസ്പിറ്റലിന് ഇപ്പൊ പേഷ്യന്റിന്റെ റെക്കോർഡുകൾ മറ്റേതെങ്കിലും ഓർഗനൈസേഷൻ അതിന്റെ കോപ്പികളൊക്കെ കൈമാറുന്നതിനുള്ള അനുവാദം കൊടുക്കുന്നത്. പിന്നെ എന്താണ്, ഇറ്റ് ഈസ് ഓൺ ദ ബാക്ക് ഓഫ് ദ അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് ഫോം. അത് ഈ പറയുന്ന പോലെ തന്നെ അഡ്മിഷൻ അല്ലെങ്കിൽ ഡിസ്ചാർജ് ഫോമിന്റെ പുറകിലായിട്ട് ഈ ഒരു കൺസെന്റ് ഉണ്ടായിരിക്കും. ഇനി നോക്കാം, പേഷ്യന്റ് സിഗ്നേച്ചർ ഓൺ ദിസ് ഫോം പെർമിറ്റ്സ് ദ ഹോസ്പിറ്റൽ ടു റിലീസ് ദ മെഡിക്കൽ ഇൻഫർമേഷൻ കറന്റ് എപ്പിസോഡ് ഓഫ് കെയർ. അപ്പോ നമ്മൾ ഈ ഒരു കൺസെന്റ് ഫോമിനകത്ത് പേഷ്യന്റിന്റെ സിഗ്നേച്ചർ വാങ്ങിക്കഴിഞ്ഞാല്, പേഷ്യന്റ് അനുബന്ധം ഒപ്പിട്ട് കഴിഞ്ഞാല് ഹോസ്പിറ്റലിന് എന്ത് ചെയ്യാം, നിലവിലുള്ള പരിചരണത്തിന് അവര് സമാഹരിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും അവർക്ക് റിലീസ് ചെയ്യുന്നതിനുള്ള ഒരു അധികാരം ഈ ഒരു സൈനിക അവർക്ക് ലഭിക്കുന്നത്. കൺസെന്റ് ഫോം ഉണ്ടല്ലോ, അതിനകത്ത് പേഷ്യന്റ് സൈൻ ചെയ്ത് കൊടുത്താൽ പേഷ്യന്റിന്റെ സമ്മതം കിട്ടിക്കഴിഞ്ഞു. പേഷ്യന്റിന്റെ സമ്മതം കിട്ടിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യാം, അതുവരെയുള്ള ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ ധൈര്യമായിട്ട് അവർക്ക് എന്ത് ചെയ്യാം, റിലീസ് ചെയ്യാം. പക്ഷെ എന്ത് വേണം, പേഷ്യന്റിന്റെ കൺസെന്റ് അവിടെ റിലീസിങ്ങിന് വേണ്ടിയിട്ടുള്ള കൺസെന്റ്. ഇനി നമുക്ക് പറയാനുള്ളത് സ്പെഷ്യൽ കൺസെന്റ് ആണ്, പ്രത്യേകമായിട്ട് വേണ്ട കൺസെന്റ്. പ്രത്യേകമായിട്ട് വേണ്ട കൺസെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ സർജറി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സ്പെഷ്യൽ കൺസെന്റ് ആവശ്യമാണ് കേട്ടോ. അപ്പൊ നമുക്ക് രോഗിയുടെ വിവരങ്ങൾ റിലീസ് ചെയ്യുന്നതിനും കൺസെന്റ് വേണം, സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പ്രൊസീജിയറുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും കൺസെന്റ് ആവശ്യം. അപ്പൊ നോക്കാം, സ്പെഷ്യൽ കൺസെന്റ് നീഡഡ് ഫോർ എനി നോൺ റൂട്ടീൻ ഡയഗ്നോസ്റ്റിക് തെറാപ്യൂട്ടിക് പ്രൊസീജിയേഴ്സ് ഡൺ ഓൺ ദ പേഷ്യന്റ്. അതായത് നമ്മളൊരു പേഷ്യന്റിന്റെ നോൺ റൂട്ടീൻ ആയിട്ട് ചെയ്യുന്ന ചില ഡയഗ്നോസ്റ്റിക് നടപടിക്രമങ്ങൾക്ക് എന്താവശ്യമാണ്, സ്പെഷ്യൽ കൺസെന്റ് ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല എക്സാമ്പിൾ, ഒരു സർജറി ചെയ്യുന്നത് പേഷ്യന്റ് എന്ത് വേണം, സ്പെഷ്യൽ കൺസെന്റോടെ എടുക്കണം. ആരുടെ കൺസെന്റ് വേണം, രോഗിയുടെ കൺസെന്റ് ആവശ്യം. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഇനി നോൺ റൂട്ടീൻ ഡയഗ്നോസ്റ്റിക് തെറാപ്യൂട്ടിക് പ്രൊസീജിയേഴ്സ് ഡൺ ഓൺ ദ പേഷ്യന്റ്. പിന്നെ this gives written proof that the patient agrees to the procedure according to the form.
അപ്പൊ പേഷ്യന്റിന്റെ സിഗ്നേച്ചർ ലഭിച്ചു കഴിഞ്ഞാൽ ആ ഫോമിൽ പരാമർശിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ ചെയ്യാനായിട്ട് രോഗിക്ക് സമ്മതമാണ് എന്നുള്ള രേഖാമൂലമുള്ള ഒരു തെളിവാണ് ആ ഒരു സ്പെഷ്യൽ കൺസെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ് കണ്ടീഷൻ ഓഫ് പാർട്ടിസിപ്പേഷൻ require that the medical staff bylaws and rules and regulations state that a surgical operation may be executed only on the consent of the patient or legal representative except in emergency. നേരത്തെ പറഞ്ഞ കാര്യമാണ്, അതായത് എമർജൻസി സിറ്റുവേഷൻസോ ഒഴികെ ഒരു രോഗിയുടെയോ അല്ലെങ്കിൽ അവരുടെ ബന്ധപ്പെട്ട റെപ്രസെന്റേറ്റീവിന്റെയോ സമ്മതമില്ലാതെ ഒരിക്കലും സർജറിയോ മറ്റോ ചെയ്യാനായിട്ട് പാടുള്ളതല്ല. മനസ്സിലായോ പറഞ്ഞത്? എമർജൻസി കേസിൽ ഒഴികെ കേട്ടോ, ഒരു എമർജൻസി കൊണ്ടുവരികയാണ്, അടിയന്തരമായിട്ട് സർജറി ചെയ്യണമെങ്കിൽ എങ്കിൽ മാത്രമേ അയാളുടെ ജീവൻ നിലനിർത്താനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് കൺസെന്റ് നോക്കണ്ട. പക്ഷെ എമർജൻസി സിറ്റുവേഷൻസ് ഒഴികെ പ്രീ പ്ലാൻഡ് ആയിട്ടൊക്കെ നടത്തുന്ന സർജറികളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള കേസുകളിൽ രോഗിയുടെയോ അല്ലെങ്കിൽ രോഗിയുടെ ബന്ധപ്പെട്ട റെപ്രസെന്റേറ്റീവിന്റെയോ സമ്മതമില്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, സർജറി ചെയ്യാനായിട്ട് പാടില്ല. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു റൂളാണ്. ഓക്കെ, അതിന്റെ ബൈലോസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ ഭാഗമാണ്. വേറെ ഒന്നുമില്ല, പോയിന്റുകൾ എന്ന് പറയാൻ മാത്രം ഒന്നും. എന്ന് പറഞ്ഞാല് ഇത്രയും നമ്മൾ പറഞ്ഞത് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റകൾ. ഈ ഡാറ്റകളാണ് ഒരു കണ്ടന്റ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായോ? അടുത്തത് കേട്ടോ, നെക്സ്റ്റ് കാറ്റഗറി ഏതാണ്? ക്ലിനിക്കൽ ഡാറ്റയാണ് കേട്ടോ. ക്ലിനിക്കൽ ഡാറ്റ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതായിരിക്കും. അതായത് രോഗിയുടെ ചികിത്സ, അവരിൽ ചെയ്യുന്ന നടപടിക്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റകൾ. ആ ഡാറ്റകൾ ആരായിരിക്കും എൻട്രി ചെയ്യുന്നുണ്ടാവുക? ഡോക്ടേഴ്സ്, നഴ്സസ്, മെഡിക്കൽ സ്റ്റാഫുകൾ എൻട്രി ചെയ്യുന്ന ഡാറ്റകൾ. ഓക്കെ, അത് നമുക്കൊരു 10-22 എണ്ണമൊക്കെ പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. അതിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. നോക്കുക, ക്ലിനിക്കൽ ഡാറ്റ ഏതൊക്കെയാണ് ലിസ്റ്റ് വായിക്കാം. അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് റെക്കോർഡ്, മെഡിക്കൽ ഹിസ്റ്ററി, ഫിസിക്കൽ എക്സാമിനേഷൻ, ഫിസിഷ്യൻസ് ഓർഡർ എന്നുണ്ട് കേട്ടോ. ഫിസിഷ്യൻസ് എന്ന് മാത്രമേ വന്നിട്ടുള്ളൂ. ഫിസിഷ്യൻസ് ഓർഡർ എന്നുണ്ട് കേട്ടോ. ഓർഡർ, ഓക്കെ, ഫിസിഷ്യന്റെ ഓർഡർ കേട്ടോ. അതൊന്ന് എഴുതി ചേർക്കാം ടെക്സ്റ്റ് കേട്ടോ. ഫിസിഷ്യൻസ് ഓർഡർ, പ്രോഗ്രസ് നോട്ട്, പാത്തോളജി റിപ്പോർട്ട്, റേഡിയോളജി റിപ്പോർട്ട്, ഇലക്ട്രോ കാർഡിയോഗ്രാഫ് റിപ്പോർട്ട്, കൺസൾട്ടേഷൻ റിപ്പോർട്ട്, ഓപ്പറേറ്റീവ് ഡാറ്റ, അനസ്തേഷ്യ റിപ്പോർട്ട്, റിക്കവറി റൂം റെക്കോർഡ്, ഓപ്പറേറ്റീവ് റിപ്പോർട്ട്. അത് ഞാൻ ഓപ്പറേറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നത് കേട്ടോ. നഴ്സിംഗ് ഡാറ്റ, നഴ്സസ് നോട്ട്സ്, CPR ഗ്രാഫിക് ചാർട്ട്, മെഡിക്കേഷൻ ഷീറ്റ്, ഡയറ്റ് ചാർട്ട്, ഫിസിക്കൽ തെറാപ്പി റിപ്പോർട്ട്, റെസ്പിറേറ്ററി തെറാപ്പി റിപ്പോർട്ട്, മിസ്ലേനിയസ് റിപ്പോർട്ട്, ലബോറട്ടറി റിപ്പോർട്ട്, ഡിസ്ചാർജ് സമ്മറി. ഓക്കെ, ഇതെല്ലാം തന്നെ എന്താണ്? ക്ലിനിക്കൽ ഡാറ്റ. ഈ പറഞ്ഞ എല്ലാ വിവരങ്ങളും എന്തിലുണ്ടായിരിക്കും? മെഡിക്കൽ റെക്കോർഡിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫിസിഷ്യൻസ് പ്രോഗ്രസ് നോട്ട് അങ്ങനെയാണോ ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്നത്? പ്രോഗ്രസ് നോട്ട് 5ാമത്തെ പോയിന്റ് ആണ് ടെസ്റ്റ്. ഇവിടെ 4ാമത്തേല് ഫിസിഷ്യൻസ് എന്ന് മാത്രമല്ലേ കൊടുത്തിട്ടുള്ളൂ. ഫിസിഷ്യൻസ് ഓർഡറിന് എഴുതി ചേർക്കണം കേട്ടോ. ഓർഡറിന് എഴുതി ചേർക്കണം. ഫിസിഷ്യൻസ് ഓർഡർ. ഓക്കെ, എന്താണ് എഴുതിയിരിക്കുന്നത്? ഫിസിഷ്യൻസ് പ്രോഗ്രസ് നോട്ട് എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ, ശരിക്കും ഫിസിഷ്യൻസ് ഓർഡർ ആണ് കേട്ടോ. ഫിസിഷ്യൻ ഓർഡർ എന്ന് പറഞ്ഞിട്ടല്ല, ഈ പോയിന്റ് ആണ് എഴുതി വെച്ചേക്കുന്നത്. ഫിസിഷ്യൻ ഓർഡർ എന്നാണ് കേട്ടോ. പ്രോഗ്രസ് നോട്ട് വേറെയാണ്. ശരി, പ്രോഗ്രസ് നോട്ട് വേറെയാണ് കേട്ടോ. നോക്കാം. അപ്പൊ നമുക്ക് ഓരോ ഡാറ്റകൾ എന്താ നോക്കാം. ടോട്ടൽ 22 പോയിന്റ് ഉള്ളൂ. 22 പോയിന്റ് വരുള്ളൂ. എന്താണെന്നറിയോ? ഇവിടെ നോക്കിയേ, ഓപ്പറേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നതും ഓപ്പറേറ്റീവ് റിപ്പോർട്ടും ഒന്ന് തന്നെയാണ്. ഓപ്പറേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത് ഓപ്പറേറ്റീവ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിന് മതിയുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ 22. ഇവിടെ 4ാമത്തേല് ഫിസിഷ്യൻ ഓർഡർ, 5ാമത്തെ പ്രോഗ്രസ് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് അധികം സമയമില്ല, ജസ്റ്റ് ഒരു പോയിന്റ് ഇത് മാത്രം പറഞ്ഞ് നമുക്ക് കേൾക്കാം കേട്ടോ. അപ്പൊ ആദ്യത്തെ ക്ലിനിക്കൽ ഡാറ്റ നോക്കാം. ഒന്നാമത്തെ എന്താണ്? അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡ് കേട്ടോ. അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്താണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് എന്താണ്? 5ാമത്തെ പോയിന്റ് പാത്തോളജി റിപ്പോർട്ടാണ്. കുഴപ്പമില്ല, അത്
കുഴപ്പമില്ല കേട്ടോ. ഇതൊന്നും ഇതില് പ്രശ്നങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട. നമുക്ക് ഇതെല്ലാം പഠിക്കാനുണ്ട് കേട്ടോ. ഇതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക. അത് നോക്കുക. അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡ്. ഒന്നാമത്തത് ഇൻക്ലൂഡ്സ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡയഗ്നോസിസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. എന്തായിരിക്കും അതിനകത്ത് ഉൾപ്പെടുന്നത്? രോഗിയുടെ രോഗനിർണയങ്ങള്, ചികിത്സാ നടപടിക്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ഏതിനകത്ത് ഉണ്ടായിരിക്കും? അഡ്മിഷൻ ഡിസ്ചാർജ് റെക്കോർഡിനകത്ത് ഉണ്ടായിരിക്കും. മനസ്സിലായോ? എന്തൊക്കെ ഉണ്ടായിരിക്കാം? രോഗിയുടെ രോഗനിർണയവും ചികിത്സാ നടപടിക്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കും. ഓക്കെ. രണ്ടാമത്തെ നോക്കിയേ. അറ്റൻഡിംഗ് ഫിസിഷ്യൻ ഈസ് ലയബിൾ ഫോർ ഗിവിംഗ് ആൻഡ് ഓതന്റിക്കേറ്റിംഗ് ദ ഇൻഫർമേഷൻ. അല്ലെ? അപ്പൊ ഇതിന്റെ ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് അതിന്റെ ഓതന്റിസിറ്റി, അതിന്റെ ആധികാരികത ഉറപ്പാക്കേണ്ടത് ആരാണ്? ഫിസിഷ്യനാണ്, ഡോക്ടറാണ്. അല്ലെ? ആ പേഷ്യന്റിനെ ചികിത്സിക്കുന്ന ഡോക്ടർക്കാണ് അതിനുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ളത്. അല്ലെ? അതിൽ എൻട്രി ചെയ്യുന്ന വിവരങ്ങളുടെ ജെനുവിനിറ്റി, അതിന്റെ ഓതന്റിക്കേഷൻ, അതിന്റെ ആധികാരികത ഉറപ്പാക്കേണ്ടത് ആരാണ്? അത് ചികിത്സിക്കുന്ന ഡോക്ടറാണ്, അറ്റൻഡിംഗ് ഫിസിഷ്യൻ ആണ്. ഓൾ ഡയഗ്നോസിസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, all diagnosis and procedures are well written in full without the symbols and abbreviations. കേട്ടോ. അതുകൊണ്ട് അതിനകത്തുള്ള എല്ലാ എന്താ പറയുക, ഡയഗ്നോസിസ് ആയിക്കോട്ടെ, പ്രൊസീജിയേഴ്സ് ആയിക്കോട്ടെ, അത് നമ്മൾ സിംബലുകളോ അബ്രീവിയേഷൻസോ ഒന്നും ഉപയോഗിക്കാതെ പൂർണ്ണമായിട്ടും വ്യക്തമായിട്ടും എഴുതിയിരിക്കണം. നമ്മൾ അവിടെ എഴുതുന്ന സമയത്ത് സിംബൽ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ അബ്രീവിയേറ്റഡ് ആയിട്ട് ചുരുക്കി എഴുതാനൊന്നും പാടില്ല. കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഡയഗ്നോസിസും പ്രൊസീജിയേഴ്സും എഴുതി വെച്ചിരിക്കണം. ഓക്കെ. അത്രയും എന്ത് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ആദ്യത്തെ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനകത്ത് എന്താ ഉൾപ്പെടുത്തുന്നത്? പേഷ്യന്റിന്റെ ഡയഗ്നോസിസും പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കും. പിന്നെ നമ്മൾ അതിൽ വിവരങ്ങൾ എൻട്രി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? എല്ലാ ഡയഗ്നോസിസും നമ്മൾ സിംബലുകളോ അബ്രീവിയേഷൻസോ ഉപയോഗിക്കാതെ പൂർണ്ണമായിട്ടും വ്യക്തമായിട്ടും എഴുതിയിരിക്കണം. ഓക്കെ. അതിനുള്ള ലയബിലിറ്റി ആർക്കാണുള്ളത്? അതിന്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി ആരാണ്? അറ്റൻഡിംഗ് ഫിസിഷ്യൻ ആണ് കേട്ടോ. അതിനെ നോക്കുന്ന ഡോക്ടർക്കാണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ശരി കേട്ടോ. നമുക്കിപ്പോ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. നിന്നെയാണ് ഫിനീഷാണ് ആര് ചോദിച്ചത്? കഴിഞ്ഞ ദിവസത്തെ ബയോമെഡിക്കൽ മാനേജ്മെന്റ് റൂൾസ് തിരുത്തിയിട്ടുണ്ട് കേട്ടോ. 1998 ആണ് കേട്ടോ. അതൊക്കെ ഇത് തിരുത്തിയിട്ടുണ്ട്, ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ശ്രുതിയാണ് പറഞ്ഞത്. ഓക്കെ, ശ്രുതിയാണ് പറഞ്ഞത്. അപ്പൊ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏത് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ ഇത് ഇത്രയും പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നല്ലപോലെ മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഫിസിഷ്യൻസ് പ്രോഗ്രസ് നോട്ട് എന്ന് വരും അല്ലേ? ഫിസിഷ്യൻസ് ഓർഡർ എന്ന് കൊടുക്കും കേട്ടോ. നാലാമത്തെ പോയിന്റിൽ ഫിസിഷ്യൻ ഓർഡർ എന്ന് കൊടുക്കും. അതാണ് അതിന്റെ കറക്റ്റ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഫിസിഷ്യൻ ഓർഡർ. ഓക്കെ. ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന ഫിസിഷ്യൻ പ്രോഗ്രസ് നോട്ട് എന്നാണ്, അത് മാറ്റിയിട്ട് ഫിസിഷ്യൻ ഓർഡർ ആക്കണം അല്ലേ? ഫിസിഷ്യൻ ഓർഡർ ആക്കാം. രണ്ടാമത്തെയാണ് പ്രോഗ്രസ് നോട്ട് കേട്ടോ. പ്രോഗ്രസ് നോട്ട് വേറെയാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു. ശരി കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ താങ്ക് യു.